നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വിശുദ്ധ ആലയത്തിൽ കൂടുവാൻ, അപ്പാ നിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ആലയത്തിലേക്ക് ഇത്രയും പ്രിയപ്പെട്ട മക്കൾക്ക് കടന്നു വരുവാൻ നീ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരു സ്മാരക ശുശ്രൂഷ നടത്തുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആമീൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങളങ്ങനെ നന്ദി പറഞ്ഞു വാഴ്ത്തുന്നു. കർത്താവേ, അന്നക്കുട്ടി മാമയുടെ ജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, നിൻ്റെ ഒരു വിശ്വസ്ത ദാസിയായി, നല്ലൊരു വീട്ടമ്മയായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി, അതിലുപരിയായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളായി, രൂത്തിനെ പോലെ, നവോമിയെപ്പോലെ, തബിതായെപ്പോലെ, കർത്താവേ, താൻ എവിടെ നിൽക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി, അനേകരെ കർത്താവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മകളായി നീ നിർത്തിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. നാട്ടിലായിരുന്ന സമയത്ത് അച്ഛനും അമ്മാമ്മയും ഈ സഭയ്ക്ക്, കുഞ്ഞുങ്ങളും ഈ സഭയ്ക്ക് ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ വളർച്ചയ്ക്കും ദർശനത്തിനും സാക്ഷ്യത്തിനും ദൗത്യത്തിനും ഇവരിൽ കൂടി ലഭിച്ച എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രിയപ്പെട്ട അമ്മാമ്മ നിൻ്റെ സന്നിധിയിൽ കർത്താവെ ചേർക്കപ്പെട്ടല്ലോ. നിൻ്റെ മകളെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരു മകൾ. കർത്താവെ, നീ എപ്പം വന്ന് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഒരു മാതാവ്, ഒരമ്മ. കർത്താവെ, ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഇന്ന് കുറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മ ഒരു വ്യത്യസ്തമായ ഒരു സാക്ഷിയായി നിൽക്കുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് താമസം മാറ്റിയപ്പോഴും അവിടെ ചെന്നും കർത്താവിൻ്റെ വേല താൻ കൂടുന്ന സഭയിലും തൻ്റെ ചുറ്റുപാടും ഭവനത്തിലും വിശ്വാസ സമൂഹത്തിലുമൊക്കെ താൻ വളർന്നു വന്ന ആ വിശ്വാസ പാതയിൽ മറ്റുള്ളവരെ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാനും മറ്റുള്ളവരെ ദൈവികമായ സത്യവചനത്താൽ ബലപ്പെടുത്തുവാനും ഒക്കെ നിൻ്റെ മകളെ നീ ഒരുക്കിയതിനാൽ സ്തോത്രം. അമ്മാമ്മയ്ക്ക് 4 കുഞ്ഞുങ്ങളെ നീ നൽകിയല്ലോ കർത്താവേ. ആ കുഞ്ഞുങ്ങളെല്ലാം വളർത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൻ്റെ പരിശീലന കളരിയിൽ കൂടി അവരെ നടത്തി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അവരെയും സ്വർഗത്തിന് അവകാശികളാക്കി തീർത്ത് തൻ്റെ കടമയെല്ലാം തീർത്ത് കർത്താവിനു വേണ്ടി കാത്തിരുന്ന അന്നപ്രവാചകിയെ പോലെ ഒരു മകള്, യെരുശലേം ദേവാലയത്തിൽ കാത്തിരുന്ന പ്രവാചകിയെ കൂട്ട്, എൻ്റെ കാന്തൻ എപ്പോൾ വരും, മൽപ്രിയനെ എൻ യേശു നായകനെ നീ എപ്പോൾ വരും, ആ പാട്ടുകാരൻ്റെ അനുഭവത്തിൽ കാത്തിരുന്ന് അവസാനം സമയമായപ്പോൾ കർത്താവ് തൻ്റെ മകളെ നിൻ്റെ സന്നിധിയിൽ വിളിച്ചു ചേർത്തല്ലോ. നിൻ്റെ സന്നിധിയിൽ തീർച്ചയായും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അമ്മാമ്മയുടെ ജീവിതത്തിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾ 4 പേരെയും കുടുംബമായി അനുഗ്രഹിക്കണേ കർത്താവേ. അവരുടെ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൊച്ചുമക്കളെ ഏൽപ്പിക്കുന്ന വല്യമ്മച്ചിയുടെ കാണിച്ചു കൊടുത്ത വിശ്വാസ പരിപോഷണത്തിൽ വളർന്നു വരുവാൻ, അതിൽ പരിശീലിപ്പാൻ, കർത്താവിൻ്റെ നല്ല മൂല്യമുള്ള മക്കളായിത്തീരുവാൻ നീ കൊടുത്ത ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. 4 കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ആ ദൈവിക നിയോഗത്തിൽ നിൽക്കുന്ന, ദൈവിക ദൗത്യത്തിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ വിളിയിൽ 100% വിശ്വസ്തരായിരിക്കുന്നതിനാൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പ ഞങ്ങൾ നിൽക്കുക. പ്രസിദ്ധപ്പെട്ട സന്നിധരായിരിക്കുന്ന ബഹുമാനമുള്ള സാംജി അച്ഛനെയും റവറൻഡ് ഡോക്ടർ ബാനുഷാമുൽ അച്ഛനെയും റവറൻഡ് ഡോക്ടർ മാത്യു ഇടുക്കളെ അച്ഛനെയും വരുന്ന ഷൈൻ ജോൺ മാത്യു അച്ഛനെയും ഏൽപ്പിക്കുന്നു കർത്താവേ. അവരുടെ ശുശ്രൂഷകൾ നീ അവരുടെ കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. അമ്മച്ചിയുമായുള്ള ബന്ധത്തിൽ അവർക്ക് ധാരാളം ജീവിക്കുന്ന ഓർമ്മകളുണ്ട് കർത്താവേ. അതവരുടെ പങ്കുവെക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനിടയാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ നാമോത്തത്തിനായി തീർക്കണമേ. ഞങ്ങൾക്കല്ല ഞങ്ങളുടെ മഹത്വം മുഴുവൻ കർത്താവിനെ എന്ന് 115-ാം സങ്കീർത്തനക്കാരൻ്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ എല്ലാം അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണമേ. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആരെങ്കിലും വേദനയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വസിപ്പിക്കുന്ന വചനം ലഭിച്ചിട്ടേ അവർ മടങ്ങിപ്പോകാവുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവസാനത്തിലുള്ള വിരുന്നിലും സന്ധ്യാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ആ മനോഹാരിത ഈ സ്മാരക ശുശ്രൂഷയിൽ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് നൽകിത്തരുന്നതിനാൽ ഞങ്ങളങ്ങ് സ്തോത്രം ചെയ്യുന്നു. മാനവമഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ആദ്യ ഭാഗത്ത് സങ്കീർത്തന വായന വരെ നമ്മൾ നിൽക്കുകയാണ്. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാലിന് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് ഇരിക്കാം. 127-ാം കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ടും അവസാനത്തെയും ചരണങ്ങൾ ഇപ്പോൾ ആലപിക്കുന്നു. 127-ാം കീർത്തനം. പള്ളിയുടെ പുസ്തകങ്ങൾ കൊടുത്താൽ സ്ക്രീനിലത് ഉണ്ടെങ്കിൽ ഒക്കെ, ഇല്ലെങ്കിൽ ആളുകൾക്കത് ഉൾപ്പെട്ട് നിൽക്കാമായിരുന്നു എന്ന് ഓർപ്പിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കലശിച്ചു കാടോരപ്പോർ കർത്താവു താൻ ജയാളിയായി കർത്തൃസ്തുതി ഗീതം പാടീൻ. ഹല്ലേലൂയ. മരണസേനകളെല്ലാം മാന്യൻ്റെ മുൻപിൽ നിന്നോടി മശീഹായ്ക്കു സ്തുതി പാടീൻ. ഹല്ലേലൂയ. നീയേറ്റതായി ആടികളാൽ നീനാടിയാർ സോദരരായി നിൻ മുൻപിൽ പാടിടും. ഹല്ലേലൂയ. തൃത്വത്തിന് സ്തുതി. നമ്മുടെ ആരാധനക്രമത്തിലെ 316-ാമത്തെ പേജിലുള്ള തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സ്മാരക ശുശ്രൂഷയുടെ ആദ്യ ഭാഗം, ചെറു ശുശ്രൂഷാക്രമമുള്ളവർക്കൊക്കെ സ്മാരക ശുശ്രൂഷയുടെ ആദ്യ ഭാഗം ഇപ്പോൾ ഉപയോഗിക്കാം. പ്രിയരെ, നാം ദൃശ്യമായതിനെയല്ല മറിച്ച് അദൃശ്യമായതിനെ കാത്തിരിക്കുന്ന സമൂഹമാണ്. കാണുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമാകുന്നുവെന്നും കാണാത്ത കാര്യങ്ങൾ നിത്യമാകുന്നുവെന്നും നാം വിശ്വസിക്കുന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, പിന്നെയോ നിത്യതയിലേക്കുള്ള പ്രവേശനം മുഖാന്തരമാകുന്നു. ജീവന്റെ പൂർണ്ണതയിലേക്ക് ദുഃഖവും കണ്ണുനീരും മുറവിളിയുമില്ലാത്ത സൗഭാഗ്യ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. വീണ്ടും അവരെ കണ്ടുമുട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ ലോകത്തിൽ അവരുടെ സാമീപ്യവും ആലോചനകളിൽ ലഭ്യമാകാത്ത കുടുംബാംഗങ്ങൾ ദുഃഖിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അത്തരത്തിലുള്ള ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനയിൽ നാമും പങ്കാളികളാകുന്നു എന്ന് സാക്ഷിപ്പാനും നാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് നയിപ്പാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗം ഷൈനച്ചൻ ലീഡ് ചെയ്യും. പരിപാലിക്കുന്ന നിന്റെ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിനായും കരുതലിനായിട്ടും പ്രോത്സാഹനത്തിനായിട്ടും പഥ്യോപദേശങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിനെ ഓർക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ നിങ്കിൽ നിന്ന് വരുന്നുവെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാകുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിപ്പാനും ദൈവഹിതത്തിനായി ഞങ്ങളെ സമർപ്പിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. 214 പേജിലുള്ള പ്രാർത്ഥന. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജനദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. വളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും ചെയ്യുവീൻ. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ, ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. സകല ആശ്വാസത്തിൻ്റെയും ഉടയവനെ, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചക്കൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്ക് മുമ്പായി ഓട്ടം തികച്ച് നിൻ്റെ സന്നിധി ചേർക്കപ്പെട്ട വന്യ മാതാവ്, ആ മാതാവിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഉത്തമ സാക്ഷിയായി സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ജീവിച്ച് ത്യാഗപൂർവം നിന്നെ പിൻപറ്റി അനുകരിക്കത്തക്ക മാതൃകകൾ
സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്ന നിൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ നന്മകൾ അനുഭവിച്ചവരായ സഭയും കുടുംബാംഗങ്ങളും ദേശവും വിശേഷ ദുഃഖത്തിലായിരിക്കുന്ന ഈ സമയത്ത് സ്വർഗീയ ആശ്വാസത്താൽ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശിഷ്യ ദുഃഖത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന അമ്മച്ചിയുടെ കുടുംബത്തെ ലോകത്തിൽ ആർക്കും നൽകുവാൻ കഴിയാത്ത സമാധാനത്തിൽ നിറയ്ക്കുവാനും നിനക്കിഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ വളരെ വിനയമായി നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് നിൽക്കവേ തന്നെ 23-ാം സങ്കീർത്തനം എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ എന്നോടത്തും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ വിപിൻ്റെ മോള് മുന്നോട്ട് വന്ന ഒരു പാഠഭാഗം വായിക്കും. എബ്രായ ലേഖനം 13:7 മുതൽ 16 വരെ. നമ്മളെ ബൈബിളിൻ്റെ ഉണ്ട്, വന്നാൽ മതി, ഓപ്പൺ. എബ്രായർ 13:7 മുതൽ 16 വരെ. അവിടെ സ്റ്റാർട്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 16 വരെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. എബ്രായർ ലേഖനം 13-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെ. വിവിധവും അനന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതിരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പാഠം അവസാനിക്കും. അനുസ്മരണങ്ങൾക്ക് നാം പ്രത്യേകിച്ച് അസൈൻ ചെയ്തിരിക്കുന്നവരുണ്ട്. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മറ്റുള്ളവർ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ളവർക്കും അവസരം നൽകുന്നതാണ്. അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ ക്ലിപ്തതയിൽ അവരവർ മുന്നോട്ട് പോയെങ്കിൽ അതിനൊരു ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ നിശ്ചയമായി ഇതിന് സംസാരിക്കണം എന്ന് താല്പര്യപ്പെട്ടവർക്ക് അവസരം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഓൺലൈനിൽ സാന്നിധ്യം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായ വ്യക്തി റൈറ്റ് റെവറൻഡ് ഡോക്ടർ CV മാത്യു തിരുമേനിയാണ്. തിരുമേനി ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഏത് സമയത്തും എനിക്ക് കാണാൻ വയ്യാത്തത് കൊണ്ട് എന്നെ അത് അറിയിക്കുകയും തിരുമേനിക്ക് അവസരം ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യണം. വന്യ അച്ഛന്മാർ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും ആദ്യം അമ്മച്ചിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച്, അമ്മച്ചിയുടെ ബാല്യം, അല്ലെങ്കിൽ യൗവനം, അങ്ങനെ ഈ കൊച്ചുകുഴി കുടുംബത്തോട് ചേരുന്നതിന് മുൻപുള്ള ആ കാലഘട്ടത്തെ ഓർത്തെടുക്കാൻ കഴിയുന്നത്, അതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് അമ്മച്ചിയുടെ സഹോദര പുത്രനാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കവേ തന്നെ ഒരു കീർത്തനത്തിൻ്റെ ഒരു ചരണം പാടിയതിന് ശേഷം അമ്മച്ചിയുടെ സഹോദരപുത്രനായ മിസ്റ്റർ അലക്സാണ്ടർ KM മുന്നോട്ട് വന്ന് അമ്മച്ചിയെക്കുറിച്ച് ചുരുക്കമായി പ്രസ്താവിക്കുന്നതാണ്. 260-ാം കീർത്തനം. കർത്തനെ നടത്തുന്നു എത്ര ഭാഗ്യം സ്വർഗാശ്വാസം എല്ലാറ്റിലും എവിടെയും
താൻ കൈ തന്നെ നടത്തുന്നു നടത്തുന്നാൻ താൻ കയ്യാൽ നടത്തുന്നാൻ താൻ പിൻഗാമി ആയിടും ഞാൻ താൻ കയ്യാൽ നടത്തുന്നാൻ. മിസ്റ്റർ അലക്സാണ്ടർ കെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കൊച്ചുകുഴി കുടുംബവും കുടുംബത്തിൽപ്പെട്ടവരും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരും കൊടിയേലിക്കുളത്ത് കുടുംബവും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ഏവരുമേ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആളുകൾക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നിപ്പോൾ നാം ആരുടെ സ്മരണ ആചരിക്കുന്നുവോ അല്ലെങ്കിൽ ആളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നുവോ ആ ആളിൻ്റെ സഹോദരൻ്റെ മകനാണ് ഞാൻ. എൻ്റെ ഫാദർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് 5 സഹോദരിമാരുണ്ടായിരുന്നു. അതിൽ 4 പേര് റാന്നിയുടെ ഭാഗങ്ങളിലാണ്, ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇനിയും 2 പേര് ഉണ്ട്. ഒരാൾ 102 വയസ്സായിരിക്കുന്നു, ഒരാൾ 93 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇവരെയൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പോവുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു മാവി മാത്രമേ ഞങ്ങൾക്കിവിടെ അടുക്കലുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും പോവുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എനിക്കിപ്പോൾ 74 വയസ്സുണ്ട്. ഒരു 60 വയസ്സിന് അകത്തുള്ള 60 വർഷത്തിൽ കൂടിയ ഓർമ്മ എൻ്റെ കയ്യിൽ എനിക്ക് നല്ല ഓർമ്മ നിൽക്കുന്നില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ലാലുക്കുട്ടി എന്നേക്കാൾ ഒരു 1.5 വയസ്സിന് മൂത്തതും മേരിക്കുട്ടി എന്നേക്കാൾ 1.5 വയസ്സിന് താഴെയുമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റേതായിട്ടുള്ള ആ ഒരു അവസരങ്ങൾ ശരിക്കും ആസ്വദിച്ച് ജീവിച്ചവരാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഈ മാവനെ എന്നെ ദുദ്ദിക്കാട്ടി കോളേജിൽ കൊണ്ട് ചേർത്തത്. അതിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം അമ്മാമ്മയുടെ ആത്മീയ തലത്തിൽ ഉള്ള ഒരു നിറവായിരുന്നു. ആളുകളെ സ്നേഹത്തിൽ കൂട്ടി നിർത്തുവാനും ബന്ധങ്ങൾ തുടർന്നു കൊണ്ട് പോകുവാനും അമ്മാമ്മയ്ക്കുള്ള ഒരു പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഈ സഹോദരങ്ങളായിട്ട് അമ്മാമ്മയ്ക്ക് 4 മക്കളാണ്. എൻ്റെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ 6 പേരായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ 8 പേര് ഒന്നിച്ചിരുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഇവരെല്ലാം ഈ 4 മക്കളും അമ്മാമ്മയുടെ 4 മക്കളും ഇവിടെ അടുക്കലൊരു സ്കൂൾ, ആ സ്കൂളിൻ്റെ അടുക്കല എൻ്റെ വീട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ആയിരുന്നു എന്നും ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഇവർ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഈ സ്കൂളിലാണ് 4 പേരും. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ 8 പേര് ഒന്നിച്ചിരുന്നാണ് ഞങ്ങളുടെ അമ്മയും വല്യമ്മയും ഭക്ഷണം വിളമ്പിത്തരുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കും. ആ ഒരു സന്തോഷം, ആ ഒരു ജീവിതം ഒരിക്കലും ഇനിയും പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല. ഞാൻ ഡോളിയും ജയനും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചു. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുവാൻ ഇതിൻ്റെ പ്രധാന കാരണം ഈ അമ്മാമ്മ ഒരാളാണ്. കാരണം അമ്മാമ്മയുടെ ആ ശിക്ഷണം അല്ലെങ്കിൽ പകർന്നു കൊടുത്ത ആ ഒരു അറിവ് കുഞ്ഞുങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. കാരണം ജീവിതത്തിൻ്റേതായിട്ടുള്ള പരുവരുത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഏതാണ്ട് 75 വർഷം 80 വർഷത്തിന് മുമ്പിലുള്ള കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഉള്ള രീതിയിലല്ല. അന്ന് ആളുകൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിൻ്റെ ആവശ്യം കൊണ്ടുണ്ടായിരുന്നു. ആ മേഖലയിലൊക്കെയും ഈ കുടുംബങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ദൈവിക സ്നേഹമാണ്.
അന്ന് ഈ കൊച്ചുകുഴി കുടുംബം ഇവിടെ അടുക്കലുള്ള എൻ്റെ വീടും ഇതുമായിട്ടൊരു 10 മിനിറ്റ് നടന്നാൽ മതി. അവിടെയായിരുന്നു ഞാൻ. ഇവിടെയൊക്കെ അന്ന് പോയിട്ടുണ്ട്, കൊച്ചായിരിക്കുമ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ കൊച്ചുകുഴി കുടുംബം അത്ര സാമ്പത്തിക ഭദ്രതയൊന്നും ഉള്ള ഒരു കുടുംബം ആയിരുന്നില്ല. ഞങ്ങളുടെ വീടും അതുപോലെ തന്നെ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ അതുപോലത്തെയുള്ള ഞാനൊരു കാർഷിക കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോഴാണ് ഈ സാമ്പത്തിക മേഖലയിൽ വളർച്ചകൾ വന്നു. അന്ന് പക്ഷേ പരസ്പര സഹായത്തിനും പരസ്പര സഹകരണത്തിനുമുള്ള മനസ്ഥിതി വളർത്തിയെടുക്കുവാൻ അന്നത്തെ ആത്മീയ പിതാക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നതിന് സത്യമായിട്ടുള്ള തെളിവാണ് ഈ അമ്മാമ്മ. എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മാമ്മ ഒരു ഓർത്തഡോക്സ് വിശ്വാസി ആയിരുന്നതുകൊണ്ട് ഓർത്തഡോക്സിൻ്റേതായിട്ടുള്ള എല്ലാ ശുശ്രൂഷാക്രമങ്ങളും അമ്മാമ്മയ്ക്ക് നല്ല തിട്ടം. എൻ്റെ കുഞ്ഞുങ്ങളെ അമ്മാമ്മ നല്ല പാട്ട് പാടി ഓർത്തഡോക്സിൻ്റെ ആരാധനാഗീതങ്ങൾ പാടി കേൾപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ആരാധനാഗീതങ്ങളിലെ ആരാധനയുടെ ആ ഒരു സാമീപ്യത്തിൽ, ആരാധനയുടെ ആ മാധുര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നതുമായ ഒരു വ്യക്തിയായിരുന്നു അനക്കുട്ടി മാമ. അതുകൊണ്ട് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സ്മരണയും എല്ലാ വർഷവും നടത്താറുണ്ട്. ഓർമ്മ കുർബാനയൊക്കെ ചൊല്ലുന്ന അവസരമുണ്ട്. പക്ഷേ സീസയിലോട്ട് വന്നപ്പം പിന്നെ അമ്മമ്മയ്ക്ക് അതിൻ്റെ ഒന്നും ആ ഒരു സാഹചര്യം ഇല്ലെങ്കിലും അമ്മാമ്മയുടെ മാതാപിതാക്കളുടെ ഓർമ്മ നടത്തുന്ന സമയം അമ്മാമ്മ വരുമായിരുന്നു, വന്ന് സംബന്ധിക്കുമായിരുന്നു. അത് അമ്മാമ്മ വീട്ടിൽ വരെ വരും. അത് അമ്മാമ്മയുടെ ഒരു വിശ്വാസം. അങ്ങനെ വിശ്വാസങ്ങളെ ഏറ്റവും പിടിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിൽ വേറൊരു വിശ്വാസത്തിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ പോലും ബാല്യത്തിൽ ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ബേസിക്കലായിട്ട് കിട്ടിയിരുന്നതായിട്ടുള്ള ആ വിശ്വാസങ്ങൾ മരണം വരെയും കൊണ്ടു നടക്കുവാൻ അമ്മാമ്മയ്ക്ക് സാധിച്ചിരുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മാമ്മയുടെ ഫാദർ ആൻഡ് മദർ അവരുടെ ഓർമ്മ ദിവസം വന്നാൽ അമ്മാമ്മ അവിടെ അമേരിക്കയിലായിരുന്നപ്പോഴും വിളിക്കുമായിരുന്നു, അച്ഛൻ എൻ്റെ ഓർമ്മ ഇന്ന ദിവസം അല്ലേ, കുർബാന ഉണ്ടോടാ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾ പഠിച്ചതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ആ അമ്മാമ്മ കാണിച്ചു കൊടുത്തതായിട്ടുള്ള സ്നേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിലനിർത്താൻ ഇന്നും ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം. അമ്മ മരിക്കുമ്പോൾ 95 വയസ്സുണ്ടായിരുന്നു. അമ്മാമ്മ മരിച്ചപ്പം 95 വയസ്സായി. ഇവർ ഒന്നിച്ചൊരു വീട്ടിൽ കുറേ കാലങ്ങൾ ജീവിച്ചിട്ടുള്ളവരാണ്. പക്ഷെങ്കിൽ അന്ന് ഈ നടത്തിയിരുന്നതായിട്ടുള്ള ആ അടുപ്പവും സ്നേഹവും ബന്ധവും ഇന്നും ഈ കുടുംബങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുവാൻ ദൈവസന്നിധിയിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അമ്മമ്മയൊക്കെ ഇവിടെ മരിക്കലോട്ട് താമസം മാറിയ ആ അവസരത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവിടെ പോകും, ശനിയാഴ്ച ദിവസം. എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പാപ്പന് ഞായറാഴ്ച പള്ളിയിൽ പോകണം. അപ്പം ഉപ്പാപ്പൻ്റെ ഷർട്ടൊന്ന് തേച്ച് കൊടുക്കണം. അതിന് അമ്മാമ്മ പ്രത്യേകം എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നതാണ്. അന്നത്തെ ഷർട്ടെന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള ഓപ്പണിങ്, ബാക്കി താഴോട്ട് ഇങ്ങനെ ഒരു പടിയൊക്കെ വെച്ച് പ്രത്യേക രീതി അത് തേക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അമ്മാമ്മയ്ക്ക് അത് തേക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്നോട് പറയും, നീ അത് വന്ന് ഉപ്പാപ്പൻ്റെ പള്ളിയിൽ പോകേണ്ടത്. ഞാൻ വരാമെന്ന്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലും. ഈ ഉപ്പാപ്പൻ്റെ 2-3 ഷർട്ട് 2-3 മുണ്ട് എല്ലാം തേച്ച് ഭംഗിയാക്കി മടക്കി വെച്ചിട്ട് ഞാനിങ്ങനെ പോരും. അപ്പം ഞാൻ പറഞ്ഞതിന് കാര്യം അന്ന് മുതലേ ഉള്ള ഒരു അടുപ്പവും ബന്ധവും സ്നേഹവും കരുതലും ചേർത്ത് നിർത്തുവാനുള്ള ഒരു കഴിവും അമ്മാമ്മയ്ക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്നത് ദൈവികമായിട്ടുള്ള ഒരു ജീവിത പങ്ക്തിയുടെ ഒരു ബാക്കിപത്രമാണ്. അങ്ങനെ ആളുകളെ ഈ ഒരു 3 ദിവസത്തിന് മുമ്പിൽ അമേരിക്കയിലുള്ള ഒരു സ്ത്രീ എൻ്റെ അടുക്കല ഇപ്പം താമസിക്കുന്നത്, അവരുടെ റോഡ് എൻ്റെ വീടിൻ്റെ മുന്നേ കൂടി പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അവിടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു. എന്നോട് ചോദിച്ചു, മേരിക്കുട്ടി മാമ പോയിട്ട് വന്നോ? ഞാൻ പറഞ്ഞില്ല, അവൾ 1 മാസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ജോലി ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അമ്മാമ്മയുടെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ ഇവരൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ കണ്ടപ്പോൾ ചോദിച്ചതാണ്, മേരിക്കുട്ടി മാമ പോയിട്ട് വന്നോ? അപ്പം ആളുകളെ ചേർത്തി നിർത്തുവാനും ആളുകളുടേതായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയിൽ കൂടുവാനും ഒക്കെ അമ്മാമ്മയ്ക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക ചാതുര്യം, ആത്മീയ ചൈതന്യം, അത് മക്കൾക്ക് പകർന്നു കൊടുക്കാൻ അമ്മാമ്മയ്ക്ക് സാധിച്ചു. കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ, ദൈവസന്നിധിയിൽ കുടുംബങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുവാൻ, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ എന്നുവേണ്ട എല്ലാ സാഹചര്യത്തിലും അമ്മാമ്മ അതിന് ഉപയുക്തയായിരുന്നു. ദൈവനിയോഗപ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളിലും ആത്മീയ തലങ്ങളിൽ ആണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠതയോടെ പ്രവർത്തിച്ചു, നീങ്ങി, ജീവിച്ചു.
ഒടുവിൽ മരണത്തോട് അടുത്തപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ വന്നിട്ട് മേരിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും പോകുമ്പോൾ തലേ ദിവസം ഞാനവിടെ പോയിരുന്നു. അമ്മമ്മയെ കണ്ടു, ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അതിനുശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് യാത്രയൊക്കെ ഇനിയും വരിക വന്നെങ്കിൽ കാണാവിടാ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങളൊന്ന് പിരിഞ്ഞ മേരിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് തുരുത്തിക്കാട്ടിൽ നിന്ന്. അത് പിന്നെ അത് കഴിഞ്ഞ് അമ്മ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ വിവരങ്ങളൊക്കെ തിരക്കി അന്വേഷിക്കുകയും മേരിക്കുട്ടി എന്തെങ്കിലും വിളിക്കും, മോനാന്നേലും ഇടയ്ക്കൊക്കെ വിളിക്കും. അപ്പം വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയും, അന്വേഷിക്കും. അങ്ങനെ ഇന്ന് വരെ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. ഇപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ അവർക്കും കണക്ഷൻ ഇല്ലുമ്പോൾ എല്ലാം ഇപ്പം ഫോണിലുണ്ട്. എന്നിരുന്നാലും അവരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പിള്ളേരെല്ലാം വിദേശത്താണല്ലോ, ആരും ഇപ്പം സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോക്കുവരവുകളൊന്നുമില്ല. എന്നിരുന്നാലും ആത്മീയ തലത്തിൽ ഇടപെടുന്ന ആ ഒരു മേഖല ഇപ്പോഴും എല്ലാവർക്കും കാത്തു സൂക്ഷിക്കാനായിട്ട് അമ്മാമ്മ മുഖേന സാധിക്കുന്നു എന്നത് ഒരു വലിയ സന്തോഷം നൽകുന്ന വകയാണ്. കൂടുതലായിട്ട് എത്ര പറഞ്ഞാലും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമ്മാമ്മയുടെ ആ പ്രവർത്തനങ്ങൾ, അമ്മാമ്മയുടെ ഞങ്ങളോടൊക്കെയുള്ള ആ സ്നേഹം, ആ സാഹോദര്യം അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള കഴിവ്, ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഓർമ്മയിൽ എന്നുമുണ്ട്. പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിനോട് കൂടി ചേർന്ന് നിൽക്കുന്നുവെന്ന് എനിക്കറിയാം. അതിൽ വളരെ സന്തോഷം. അങ്ങനെ കുടുംബത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഞാൻ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഭാനുവച്ചനും റോയച്ചനും അതുപോലെ അമ്മാമ്മയുടെ കുടുംബാംഗങ്ങളും ഇവിടെ ഉള്ളപ്പോൾ ഈ കുടുംബ ശാഖയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊച്ചുകുഴിയിൽ കുടുംബം എന്ന് പറയുമ്പോൾ 3 സഹോദരന്മാരുടെ കൂട്ടായ്മയാണ് ഈ കുടുംബയോഗം. അതിരമ്പുഴ വടക്കേടത്ത് കുടുംബമാണ് ഇതിൻ്റെ മൂലശാഖ. വടക്കേടത്ത് കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 350 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം നല്ല കൃഷിക്കാരായിരുന്നു. കൃഷിയുടെ സാഹചര്യം കണക്കാക്കി നല്ല ഫലഭൂഷ്ടമായ നീരൊഴുക്കുള്ള ഭൂമിയെ തേടി വന്ന ഒരു പിതാവിന് 3 ആൺമക്കളാണ്. വടക്കേടത്തു നിന്ന് ഇവിടെ വന്ന് അവർ താമസിച്ച ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ അവരുടെ വീട്ടുപേരുകൾ ഉളവായി ഇന്ന് വരെ നിലനിൽക്കുന്നത്. ഈ അമ്മയുടെ 3 മക്കളിൽ ഒരാൾ വളരെ തുറസായ വലിയ ഒരു പുരയിടത്തിലേക്ക് മാറി താമസിച്ചു. ഒരാൾ ഇതിൽ അല്പം ഉയർന്ന ഒരു മലയിലേക്ക് മാറി താമസിച്ചു. മറ്റൊരാൾ ഈ കൊച്ചുകുഴി മണ്ണ് എന്ന് പറയുന്ന ഈ ഇവിടുത്തെ കണ്ടം, ഇവിടുത്തെ വയലിനോട് ചേർന്നുള്ള താഴ്ന്ന ഭൂമിയിൽ താമസിച്ചു. അപ്പം വലിയ പുരയിടത്തിലേക്ക് മാറിയ ആ പിതാവിൻ്റെ പിന്മുറക്കാരെല്ലാം വലിയ പുരയിടത്തിൽ ഫാമിലിയുടെ അംഗങ്ങളായി. ഉയർന്ന തലത്തേക്ക് മാറി അവിടെ കൃഷി ചെയ്ത് കുടുംബത്തെ വലുതാക്കിയ പിതാവിൻ്റെ ആ ശാഖ മലയിൽ കുടുംബമെന്നറിയപ്പെട്ടു. എന്നാൽ കൊച്ചിക്കുഴി കുടുംബം എന്ന ഒരു പേരൊരു പെക്യുലർ പേരാണ്. അത് വരാനുള്ള കാരണം ഈ മണ്ണിൽ താമസിച്ച ഈ പിതാവ്, ആ പിതാവിന് തൊട്ടടുത്തുള്ള വയലിൽ ഒരു കുഞ്ഞ് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇനി ഇത് വളരെ പേര് പറഞ്ഞ് എനിക്കറിയാനിടയായത്. അതുകൊണ്ട് ഈ കുഴിയിൽ എന്ന് പറയുന്നതിന് തൊട്ടടുത്തുള്ള വീടായിരുന്നു. കാലക്രമേണ നമ്മൾ ഈ പ്ലാവുംചോട്ടിൽ, ആഞ്ഞിലിമൂട്ടിൽ, തേക്കുമൂട്ടിൽ എന്നൊക്കെ പേര് വന്നത് ഏതെങ്കിലും ഒരു അടയാളത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ആ അടയാളം ആയിത്തീർന്ന ഒരു പേരാണ് കൊച്ചിക്കുഴിയിൽ കുടുംബമായി തീരുന്നത്. ഞാനിത് പറയുന്നത് 3 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ന് ഞങ്ങളുടെ ഭവനം. ആ 3 ആൺമക്കളുടെയും മക്കൾ ഇത്ര പഴക്കമായിട്ടും അവർ ഒറ്റ കുടുംബയോഗമായി മറ്റൊരു ശാഖയായി വേർപിരിയാതെ വലിയ പുരയിടം മലയിൽ കൊച്ചിക്കുഴി ഒരമ്മയുടെ 3 മക്കൾ ഇന്നും ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൊച്ചിക്കുഴി കുടുംബത്തിലെ മാതാവിനോട് ഓർക്കുന്നതിനോടൊപ്പം ഇതിനിടയിൽ മരണം സംഭവിച്ച വലിയ പുരയിടത്തിലെ 2 അമ്മമാരെയും ഇതിൻ്റെ കടശി ഭാഗത്ത് ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ വർദ്ധിപ്പിക്കുന്നില്ല. വന്ന അതിഥികൾക്കൊരാമുഖത്തിന് വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇരിക്കവേ തന്നെ 42-ാം കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചരണം ഇരിക്കവേ തന്നെ ആലപിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട റോയി അച്ഛൻ ഈ കുടുംബത്തോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. റവറൻഡ് ഡോക്ടർ മാത്യു പി ഇടിക്കുള അച്ഛന് കഴിഞ്ഞ 56 വർഷമായിട്ട് സ്റ്റേറ്റ്സിലാണ്. ഈ കുടുംബത്തെ വളരെ ആഴത്തിൽ അറിയുന്നു. അച്ഛനുള്ള സമയമാണ് 42-ാം കീർത്തനത്തിൻ്റെ ഒരു ചരണം പാടിയതിന് ശേഷം.
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിത തിന്നാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശേ പാർവിളിക്കും നേരം കാണും എൻ പേരും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരും. സ്നേഹം നിറഞ്ഞ സാംജി അച്ഛൻ, പ്രിയ സുഹൃത്തുക്കളെ, അച്ഛന്മാരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എന്നെ കേൾക്കുന്ന നോർത്ത് അമേരിക്കയിലുള്ള എൻ്റെ കുടുംബമേ, ഇന്ന് ഈ മനോഹരമായ ദേവാലയത്തിൽ ഈ വളരെ അനുഗ്രഹീതമായ ഈ സർവീസിൽ ഒന്ന് സംബന്ധിക്കുവാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിന് ആദ്യമായി സ്തോത്രം ചെയ്യട്ടെ, നന്ദി കരയേറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, ജീവജാലങ്ങളിൽ, ഈ ലോകത്തിൽ ജനിച്ചത്, ജീവനുള്ളത് എല്ലാം മരിക്കും. അതൊരു വാസ്തവമാണ്, നിശ്ചയമാണ്. അതാണ് ലോകത്തിൻ്റെ സ്ഥിതി. ഒരുപക്ഷെ നാം അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകും. നമ്മൾ ഒരു കാലത്ത് ജീവിച്ചാൽ മരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 എന്നത്രേ. 70, 80. പിന്നെയും 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെ, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതറിയുന്നതുമില്ല. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗം ആണല്ലോ സങ്കീർത്തനക്കാരൻ ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സൈഡ്, ഒരു അവസ്ഥ പറയുന്നു എന്ന് മാത്രം. എന്നാലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശ്വാസികൾക്ക് മരണമില്ല എന്ന് നാം വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല, നിത്യജീവനാണ്. ഈ പ്രിയ മാതാവിനെ വളരെ കാലം എനിക്കറിയാം. ഏതാണ്ട് 2000 തുടങ്ങി ഉള്ള വർഷങ്ങളിൽ 2010, 7, 8 വർഷങ്ങളിലൊക്കെയും വളരെയേറെ പരിചയമുണ്ട്. പരിചയപ്പെടുവാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, നോർത്ത് അമേരിക്കയിലെ കാൻസാസ് എന്ന് പറയുന്ന സ്ഥലത്ത്, വളരെ ചുരുങ്ങിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത്, ഈ മാതാവിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ ഒരു ആരാധനാലയം തുടങ്ങി വളരെയേറെ കഷ്ടപ്പെട്ട് ബന്ധുക്കളും ആ ദേശത്തുള്ളവരെ എല്ലാം വിളിച്ചു കൂട്ടി ആഴ്ചതോറും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പോകുവാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. അത് ഇവിടുത്തെ ആരാധന പോലെ കയറി വരുന്ന ഒരു ആരാധനയല്ല. ഷിക്കാഗോയിൽ നിന്ന് ഞാൻ പ്ലെയിൻ കയറി വളരെ ദൂരം കാൻസാസ് സിറ്റിയിൽ സഞ്ചരിച്ച് ഏതാണ്ട് 1 മണിക്കൂറിൽ അധികം എയർപോർട്ടിൽ ചെന്ന്, എയർപോർട്ടും ഇവരുടെ വീടുമായിട്ട് ഏതാണ്ട് 1-1.5 മണിക്കൂർ യാത്രയുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം വന്ന് ജയൻ വന്ന് പിക്ക് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ആ വീട്ടിലെ പാർത്ത് ആ സംഗതികളൊക്കെയും ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. പ്രിയ മാതാവ് വന്ന ശേഷം ആ മാതാവ് വീട്ടിൽ എപ്പോഴും കറി അരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സീനാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. വളരെ സൗമ്യമായ
പെരുമാറ്റവും സ്നേഹമായ ആ അച്ഛ എന്നുള്ള വിളിയും വളരെ ഒരു ഉറ്റ കുടുംബം പോലെ ഞങ്ങളവിടെ കഴിയാൻ സാധിച്ചു. കഴിഞ്ഞ ഏതാണ്ട് 10-15 വർഷമായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും എപ്പോഴും ജയന് വിളിക്കും. ഞാൻ 2 അമേരിക്കൻ ആംഗ്ലിക്കൻ ആരാധനയ്ക്ക് ഈ സമയങ്ങളിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഞായറാഴ്ച 2 സർവീസ്. അതുകൊണ്ട് എനിക്ക് പോകുവാനായിട്ട് വളരെ വിഷമമാണ്. സർവീസ് മുടക്കിയിട്ട് വേണം പോകാൻ. എന്നിരുന്നാലും ജയന് എപ്പോഴും വിളിക്കുകയും കാണുമ്പോഴൊക്കെ അച്ഛൻ എന്ന് വേണമെങ്കിലും വാ, എന്നെങ്കിലും വരിക, ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ജയന് ടിക്കറ്റുമൊക്കെ അറേഞ്ച് ചെയ്ത് വളരെയേറെ കഷ്ടപ്പെട്ട് ഈ യാത്രയൊക്കെ കഴിഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവിടണം. വീട്ടിൽ പാർപ്പിച്ച് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരവസ്ഥ ഞാൻ ഓർക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ മാതാവിനെ പരിചയപ്പെടുന്നത്, ജയൻ്റെ സിസ്റ്ററെ പരിചയപ്പെടുന്നത്. ഇപ്പം നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ആരാധനയായിട്ട് സന്തോഷത്തോടു കൂടി അവരെല്ലാവരും അവരെ തുടർന്ന് പോകുന്നു. വളരെയേറെ ത്യാഗം സഹിച്ച് ജയൻ ചെയ്യുന്ന വേല കണ്ടാൽ അറിയാം ജയനെ വളർത്തിയത് ആരാണ്, എങ്ങനെയാണ് ജയൻ വളർന്നു വന്നത് എന്ന്. ഈ മാതാവിനെ അടുത്ത് വലിയ പരിചയമില്ല, എന്നാലും വളരെ കാലം കാണുവാനും ഒരേ വീട്ടിൽ താമസിക്കുവാനും ഒക്കെയും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ മനുഷ്യൻ്റെ ആയുസ് ചുരുക്കം എന്ന് പറഞ്ഞാലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന പോലെ ഇത് ദുഃഖിക്കാനുള്ള ഒരവസരമല്ല, സന്തോഷിക്കാനുള്ള ഒരവസരമാണ്. തീർച്ചയായും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾ വസിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഈ മാതാവ് തീർച്ചയായും അവിടെ കാണും. അനേകരെ സ്നേഹം പകർന്നു കൊടുത്ത, തൻ്റെ മക്കളെ, കുടുംബത്തെ ദൈവത്തിൻ്റെ പാതയിൽ നടത്തിയ ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായിരുന്ന ആ മാതാവ് തൻ്റെ വാർദ്ധക്യകാലത്തും സുഖമായിട്ട് അമേരിക്കയിലൊക്കെയും വന്ന് പതിവായിട്ട് ആരാധനകളൊക്കെയും സംബന്ധിച്ച് കടന്നു പോയിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കുവാൻ ഉള്ള അവസരമാണ്, സംശയമില്ല. ഞാൻ പോയി സ്ഥലം ഒരുക്കുവാനും നിങ്ങളെ ചേർക്കുവാനും വാഗ്ദത്തം ചെയ്ത കർത്താവ് ഈ നീതിയുടെ കിരീടം ഈ മാതാവിനായി വെച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സന്തോഷത്തിൻ്റെ അവസരമാണിപ്പം. ഇന്ന് വന്ന് സംബന്ധിച്ചതിനും എന്നെ വിളിച്ച സാം ജി അച്ഛനോടും ജയൻ്റെ കുടുംബത്തോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. റെവറൻഡ് ഡോക്ടർ ഭാനു സാമുവൽ അച്ഛൻ നമ്മുടെ മുൻ വികാരിയായിരുന്ന ഉമ്മൻ ജോർജ് തിരുമേനി പ്രഥമ ബിഷപ്പായി അവരോധിതനായ കൊട്ടാരക്കര ഡയസിസിൻ്റെ ഭാഗമാണ്. എനിക്ക് മുൻപും പിൻപുമായി ഞാൻ പഠിച്ച തിയോളജിക്കൽ കോളേജിൽ ഗുരുകുലിൽ BD-യും MTH-ഉം അതുപോലെ അച്ഛൻ്റെ ഡോക്ടറൽ സ്റ്റഡീസും അച്ഛന് പൂർത്തിയാക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ണമ്മൂല സെമിനാരിയുടെ ഫാക്കൽറ്റി ആയിട്ടിരിക്കുന്നു. 86-ാം കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചരണം പാടിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഭാനു അച്ഛൻ സംസാരിക്കുന്നതാണ്. യേശുയേ ആത്മാസഖേ നീൻ മാർവിൽ ഞാൻ ചേരട്ടെ, ഈ ലോക മാവാരീതേ തീരകൾ ഉയരുന്നേ, ഘോരമാം കോൾ ശാന്തമായി തീരോവാ രേ
നീനാന്തി ഗേബാദ്രാമായി. ആദരണീയരായ അച്ഛന്മാരെ, ഈ ദേവാലയത്തിൽ ഈ മെമ്മോറിയൽ പ്രെയർ, അതോടൊപ്പം തന്നെ താങ്ക്സ് ഗിവിങ് പ്രെയറിനായിട്ട് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലൂടെ ഈ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൻ്റെ വേരുകൾ അന്വേഷിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വളരെ വ്യക്തമായിട്ട് സാംജി സച്ചൻ ആ വേരുകൾ പറഞ്ഞു. മലയിൻ്റെ ഭാഗത്ത് താമസിച്ച്, ഉയർന്ന ഭാഗത്ത് താമസിച്ച ഒരു സഹോദര കുടുംബം, അതിനുശേഷം വലിയ പുരയിടത്തിൽ, അതിനെ തുടർന്ന് കൊച്ചു കുഴിയിൽ താമസിച്ച കുടുംബം. അതിൻ്റെ ജിയോഗ്രഫി അനുസരിച്ച് മൂന്നായിട്ട് മാറിയതും 3 തലങ്ങളിലൂടെ ആ ഒരു കുടുംബത്തിൻ്റെ വേരുകൾ വളർന്നതും ബോധ്യപ്പെട്ടു. അതിനകത്ത് കൊച്ചുകുഴിയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഈ 3 വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ കൊച്ചുകുഴിയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു അമ്മയാണ് ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടിട്ട് നോർത്ത് അമേരിക്കയിലെ കാൻസസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ സകല ബഹുമതിയോടും കൂടെ അവിടുത്തെ ഒരു സെമിട്രിയിൽ അടക്കം ചെയ്യപ്പെട്ട, ആ മൃതശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഈ താഴ്ന്ന നിലത്തിൽ ആയിരുന്ന ഈ അമ്മ ഉയർത്തപ്പെട്ടപ്പോൾ ലോകോത്തരമായ ഒരു രാഷ്ട്രത്തിൻ്റെ നെടുകയിൽ എത്തിച്ചേരുവാനും അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കഴിക്കുവാനും തൻ്റെ മൃതശരീരം അവിടെ അടക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രയോ ഉത്തരോത്തരമായിട്ട് ദൈവത്തിൻ്റെ ഉയർച്ച എന്ന് ബോധ്യപ്പെടുന്നൊരു നിമിഷമാണ്. അതേസമയം തന്നെ വളരെ അഭിമാനം ഇവിടുത്തെ ഇടവക ശുശ്രൂഷകനോടും ചുമതലയുള്ള അച്ഛനോടും വികാരി അച്ഛനോടും ഈ ജനത്തോടുമുള്ളത്, നമ്മുടെ ഇടയിൽപ്പെട്ട മാതാപിതാക്കൾ വിവിധ സാഹചര്യങ്ങളാൽ മാറി താമസിച്ച് അതത് രാജ്യത്തോ ആയിടത്തിലോ മരണപ്പെട്ടു പോയാലും മാതൃവീട്ടിൽ ഒന്ന് ഓർക്കുവാനും അവരെ ഓർത്തുകൊണ്ട് ഒരു താങ്ക്സ് ഗിവിങ് ശുശ്രൂഷ ചെയ്യുവാനും അവരുടെ കാണിക്കകളും പ്രാർത്ഥനകളുമാണ് ഈ ജനതയുടെ, ഈ നാടിൻ്റെ വളർച്ചയുടെ പിന്നിലുണ്ടായിരുന്നതെന്ന് ബോധ്യപ്പെടുവാൻ ഇങ്ങനെ ഒരു ആരാധന ശുശ്രൂഷ ഇവിടെ നടത്തിയതിൽ വളരെ അഭിമാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ആത്മാവിനോട് ഈ നാടും ഈ ഇടവകയും കുടുംബങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് ഞാൻ അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇടവകയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ ഒരാൾ വന്ന് പറഞ്ഞതുപോലെ, അച്ഛൻ വന്ന് പറഞ്ഞു, ഈ അമ്മ എല്ലാവരെയും ഒരു കണക്റ്റിംഗ് ഫോഴ്സ് ആയിരുന്നു. കുടുംബത്തിലെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള ഒരു കണക്റ്റിംഗ് ഫോഴ്സ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മെമ്മോറിയൽ പ്രെയറിലും അതുതന്നെ സംഭവിച്ചു. സാംജി സച്ചൻ എനിക്ക് മുമ്പും പിമ്പും പഠിച്ചുപോയ ഒരു വ്യക്തിത്വത്തെ ഒന്ന് കണക്റ്റ് ചെയ്യുവാൻ, ഇടിക്കുള അച്ഛനെ ഒന്നുകൂടെ കാണുവാൻ, ഷൈനച്ഛനെ ഒന്നുകൂടെ കാണുവാൻ, ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്ന ഈ ഇടവകയിൽ ശുശ്രൂഷക്കാരനെ അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യുവാൻ ഈ അമ്മയുടെ ഓർമ്മ ദിനം അഥവാ ഈ പ്രാർത്ഥന മുഖാന്തരമായി എന്നോർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അന്ന എബ്രഹാം ബൈബിളിലെ ഹീബ്രു പേരായ ഹന്നയാണ്. ഗ്രീക്ക് വേർഡിലോട്ട് പോയപ്പം, ഗ്രീക്ക് നാട്ടിലേക്ക് ചെന്നപ്പോൾ അത് അന്നയായി, മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് അന്നയും അന്നമ്മയുമായി മാറിയത്. പ്രോവിഡൻസ് എന്നും ഗ്രേസ് എന്നും പറയുന്ന അർത്ഥം നൽകുന്ന മനോഹരമായ ഒരു പദമാണ് ഈ അമ്മയുടെ പേരിൻ്റെ അർത്ഥം. ആ പേരിൻ്റെ അർത്ഥമനുസരിച്ച് ജീവിച്ച് ആ അർത്ഥം ഇന്ന് നിലനിർത്തി മായാത്ത മുദ്ര പതിപ്പിച്ച ഈ അമ്മയുടെ ജീവിതത്തിനായി നന്ദി, പ്രവർത്തനത്തിനായി നന്ദി. സോ ദിസ് ഈസ് എ താങ്ക്സ് ഗിവിംഗ് സർവീസ്. വി താങ്ക് ദ ലൈഫ് ആൻഡ് വിറ്റ്നസ് ഓഫ് അവർ ബിലവഡ് അമ്മച്ചി and her contribution to this church and society and family at large. അതാണ് ഇതിൻ്റെ താങ്ക്സ് ഗിവിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എത്തിയതിനെക്കുറിച്ച് പറയട്ടെ. കഴിഞ്ഞ 7 മാസമായിട്ട് എൻ്റെ ഏക മകൾ താമസിച്ചതിൽ ഈ അമ്മച്ചി താമസിച്ച വീട്ടിൽ അമ്മച്ചിയുടെ മുറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള മുറിയിലാണ്. മകളിൽ നിന്ന് കേൾക്കുവാനായിട്ട് കഴിയുകയും പല പ്രാവശ്യം അമ്മച്ചിയുമായിട്ട് വീഡിയോ കോൾ ചെയ്യുവാനും കഴിഞ്ഞു. ഏറെ സമയവും സുവിശേഷ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും കേട്ട്
ആ കുടുംബത്തിലെ മക്കളെല്ലാം പുറത്തു പോകുമ്പോൾ ആ കുടുംബത്തിനും തലമുറയ്ക്കും വേണ്ടി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ആ കുടുംബത്തിൽ വിട്ട അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ വേർപാട് ആ ഫ്യൂണറൽ സർവീസിൽ ആ മകനും സഹോദരങ്ങളെയും ഒക്കെ പൊട്ടിക്കരയിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ധാരാളം പേർക്ക് വേണ്ടി മുട്ടുമടക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും പകരം വയ്ക്കുവാനില്ലാതെ കടന്നുപോയ അമ്മയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ ഇന്നും സങ്കടപ്പെട്ടു പോകുന്ന നിമിഷമാണ്. ആ ഒരു ബന്ധത്തിലാണ്, അതാണ് ഈ കുടുംബത്തിലെ അംഗം എഴുന്നേറ്റ് പറഞ്ഞതുപോലെ, മുറിച്ചു മാറ്റുവാനും അകത്തി നിർത്തുവാനും ധാരാളം പേരുണ്ടാവുമ്പോഴും ഒരുമിച്ച് ചേർക്കുവാനും ഒരുമിച്ച് നിർത്തുവാനും അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള മക്കളെ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ നിറയുമ്പോൾ, ദൈവത്തിൻ്റെ ഭാവം ഉണ്ടാകുമ്പോൾ ദൈവമായി മാറുന്നതിൻ്റെ ഉദാഹരണമാണിത്. ഈ അമ്മയോടുള്ള കടപ്പാടും കടമയും ധാരാളമാണ്. മാതാക്കന്മാരോടുള്ള കടപ്പാടും മടിത്തട്ടും മാറുവിടവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പനെയൊക്കെ അമ്മ പറഞ്ഞു കൊടുത്താണ് അപ്പൻ ആരാണെന്ന് പറയുന്നത്. അമ്മയെ ആരാണെന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടേ ഇല്ല. അൺലിമിറ്റഡ് ഫീഡിങ് പാല് കുടിച്ച് അതിൽ നിന്നും വളർന്ന് അങ്ങനെ മടിത്തട്ടിൽ നിന്നും ചേർത്ത് നിർത്തി ആ ഊഷ്മളതയിൽ ആക്കി തീർത്ത ഒരമ്മ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആ കുടുംബത്തിൻ്റെ തീരാത്ത നഷ്ടമാണ്. പക്ഷേ സ്വർഗത്തിൽ അത് വലിയ ലാഭവും തന്നെയാണ്. അങ്ങനെ നമ്മൾ ഓർത്താൽ, നമ്മൾ കുടിക്കുന്ന അൺലിമിറ്റഡ് മിൽക്ക്, ഇന്ന് ഒരു കവർ പാലിൻ്റെ വില നോക്കിയാൽ അറിയാം എത്ര രൂപ. എന്നിട്ട് ഈ അമ്മ ആദ്യ പാഠം പഠിപ്പിക്കുന്നത്, സങ്കീർത്തനം 23 വായിച്ചപ്പോഴേ എനിക്ക് സന്തോഷം തോന്നി. കാരണം എല്ലാ മാതാപിതാക്കളിൽ നിന്നും നമ്മൾ ആദ്യം പഠിച്ച സങ്കീർത്തനമാത്. എത്ര ട്യൂഷൻ, എത്രമാത്രം ഒരു കുടുംബത്തെ വളർത്തുവാൻ. ഇന്ന് കാണുന്ന മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഇന്ന് കാണുന്ന ഇതെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അമ്മമാർ മാത്രമായിരുന്നു. അങ്ങനെ ഒരു അമ്മ ഒരു കുടുംബത്തിൻ്റെ മക്കളെ വളർത്തി ശ്രേഷ്ഠകരമായ നടുവിലെത്തിച്ചു. എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ വളരണേ, ഉയരണേ, ഉയരണേ എന്ന്. പക്ഷേ പ്രാർത്ഥിക്കുന്ന അമ്മമാരെല്ലാം ഒരു കയറ്റു പട്ടം പോലെ പറക്കുമ്പോഴും മക്കളെ ദൈവവുമായിട്ടുള്ള ചരട് പൊട്ടിപ്പോകരുതെന്ന് അപേക്ഷിക്കുന്നത് അമ്മ മാത്രമാണ്. ആ അമ്മമാരാണ് നിർബന്ധിക്കുന്നത് ആ ചരട് പൊട്ടരുതെന്ന്. അങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് ഈ തലത്തിൽ നിന്നും ഈ തറയിൽ നിന്നും പ്രാർത്ഥിച്ച അമ്മ, ആ മക്കൾ ഉയർന്നപ്പോൾ ആ മക്കൾ അമ്മയെയും ഉയർത്തി. അങ്ങനെ ലോകോത്തരമായി ഉയരുവാനും വളരുവാനും ആ കുടുംബത്തിന് കഴിഞ്ഞു. അവർ ചെയ്യുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളും ഈ അമ്മയുടെ ആദ്യ പാഠം മുതൽ, ആദ്യ അനുഭവം മുതൽ മനസ്സിലാക്കിയതാണ് ആ മക്കൾ പ്രതിഫലിപ്പിക്കുന്നതെല്ലാം തന്നെ. അവരിലുള്ള ദൈവസ്നേഹമാണ് ലോകം കാണുന്നത്. ഈ മെമ്മോറിയൽ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞു പോകുന്ന നമ്മളും അറിയാതെ ഒരു നിമിഷം ഓർക്കും, ഓർമ്മ നഷ്ടപ്പെട്ടാൽ ഒന്നും തന്നെയില്ല. ഓർമ്മകളാണ് മരിച്ചാലും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മച്ചി മരിച്ചിട്ടില്ല, ഇന്നും ഈ അമ്മച്ചി ജീവിക്കുകയാണ് നമ്മുടെ ഓർമ്മകളിൽ. അത് നമ്മുടെ ഓർമ്മ തീരുന്നതുവരെയും അങ്ങനെ തന്നെ ജീവിക്കുമ്പോൾ ആ ഓർമ്മ ഇളം തലമുറകൾക്ക് പകരുവാനും ഇടയാക്കട്ടെ. ഇതുപോലൊരു മെമ്മോറിയൽ സർവീസ് കഴിഞ്ഞു പോകുമ്പോൾ, നമ്മളുടെയും ഒരു നാളിൽ മെമ്മോറിയൽ സർവീസ് കഴിയുമ്പോൾ എന്നെക്കുറിച്ചുള്ള ഓർമ്മ ജനം ചകഞ്ഞെടുത്തുന്നത് എന്തായിരിക്കാം, വിശ്വാസ സമൂഹം എന്നെക്കുറിച്ച് എന്തു പറയുമെന്ന് ചിന്തിച്ചാൽ അതുതന്നെയായിരിക്കും ഈ അമ്മയുടെ മെമ്മോറിയൽ പ്രെയർ കഴിഞ്ഞു പോകുന്ന നമുക്കുള്ളാകുന്ന അനുഭവം. ദൈവമേ, ഇതുപോലെ ഭയങ്കരമായ സ്ഥാനമാനങ്ങളോ ഭയങ്കരമായ ജോലിയോ സമ്പാദ്യങ്ങളോ വലിയ വലിയ ഡിഗ്രികളോ ഒന്നും സമ്പാദിച്ചില്ല എങ്കിലും ഇതുപോലെയുള്ള അമ്മമാരും അപ്പച്ചന്മാരും തീർത്തുവെച്ച സർട്ടിഫിക്കറ്റുകളാണ് തല ഉയർത്തിയ തലമുറയ്ക്ക് മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. അനേകം അപ്പനെയും അമ്മയെയും കുറിച്ച് പറയുമ്പോൾ തലവണക്കി ഒളിച്ചു പോകാൻ നിൽക്കുന്ന ലോകത്ത് എൻ്റെ അമ്മ ഇത്ര വലുതായിരുന്നോ എന്ന് ജയച്ചാനും സഹോദരിമാർക്കും ഓർക്കുവാനും, ഈ മാതാവ് എത്ര വലുതാണെന്ന് അവരുടെ കസിൻസിനും അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനും ഓർക്കുവാനും, സഭായോഗങ്ങളും പട്ടത്ത സമൂഹവും വിശ്വാസ സമൂഹവും ഇത്രമാത്രം പ്രകീർത്തിക്കുമ്പോൾ ഇവരോ കരുണാപാത്രങ്ങളായിരുന്നു. ഒരു സ്മാരകവും തീർത്തില്ല എങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്മാരകമായി ഇന്ന് നിലനിൽക്കുന്നു. ആ അമ്മ മരിച്ചാലും ജീവിക്കട്ടെ,
ആ ഓർമ്മയിൽ ആ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ആ അമ്മയുടെ ആത്മാവിനും ആ പിതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യതയിൽ ദൈവമേ എന്നും കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. CSIയിലെ മുൻനിര പട്ടക്കാരിൽ 10 പേർ ഞങ്ങൾ കണക്കെടുത്താൽ അതിൽ വരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഭാനുവച്ചൻ തിരുവനന്തപുരത്ത് ഇത്തരം തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കോട്ടയത്തെത്തി റോയച്ചൻ്റെ കൂടെ യാത്ര ചെയ്ത് ഈ ഗ്രാമത്തിലെ പള്ളിയിൽ അതിരാവിലെ നിങ്ങളെല്ലാം എത്തുന്നതിന് മുൻപ് എത്തുന്നതിനൊരു സവിശേഷ കാരണമുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അത് വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഭാനുവച്ചൻ്റെയും സുനില കൊച്ചമ്മയുടെയും ഏക മകൾ ശ്രേയ നവോമിയുമായിട്ട് ഈ അമ്മച്ചിക്കുള്ള വലിയ ബന്ധം, അമ്മയായിത്തീരുന്ന അമ്മച്ചിയെ കടപ്പാടുകളിൽ ഓർമ്മകളിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം അച്ഛനുമായിട്ട് വീണ്ടും ഒരു റീയൂണിയന് അവസരമൊരുക്കുകയും ഇതിൽ വന്ന് ഏറ്റവും സമഗ്രമായി സന്ദേശം നൽകുകയും ചെയ്തു. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു പാട്ടിൻ്റെ ചരണം സംസാരിച്ചതിന് ശേഷം ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത റവറൻഡ് ഡോക്ടർ ഷൈൻ ജോൺ മാത്യൂസ് അച്ഛൻ്റെ അമ്മ നെടുങ്ങാടപ്പള്ളി ഇടവകംഗമാണ്. ഇന്ന് എനിക്കും അച്ഛനും തമ്മിലൊരു സമാനതയുണ്ട്, വളരെ പ്രത്യേകമായ വളരെ യുണീക്കായിട്ടുള്ളൊരു സമാനത. കാരണം എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അപൂർവ അവസരം, അച്ഛന് സ്വന്തം ഇടവക വികാരിയായിട്ടിരിക്കാനുള്ള അപൂർവ അവസരം. പരിയാരം CSI സഭയുടെ വികാരിയാണിപ്പോൾ ഷൈനച്ചൻ. ഒരു വാക്കും വർദ്ധിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചരണം, അതായത് 96-ാം കീർത്തനത്തിൻ്റെ ഒരു ചരണം പാടിയതിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛനും ചുരുക്കമായി സംസാരിക്കുന്നതാണ് 96-ാം കീർത്തനം. എൻ്റെ രക്ഷകമറക്കലേ നീലവിളിക്കേ മറ്റുള്ളോരെ ദർശിക്കുമ്പോ എന്നെ താളല്ലേ യേശു യേശു ഞാരക്കാം കേൾ മറ്റുള്ളോരെ ക്ഷണിക്കുമ്പോൾ മറന്നിടലേ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള സാംജി കെ സാമച്ചൻ, ബാനു ശാമുവൽ അച്ഛൻ, പ്രിയപ്പെട്ട റോയി അച്ഛൻ, പ്രിയപ്പെട്ട ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സാർ, കൂടി വന്നിരിക്കുന്ന എല്ലാവരുമേ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ആശ്വാസ വന്ദനത്തെ അറിയിക്കട്ടെ. ഞങ്ങൾ കുടുംബമായി ഷിക്കാഗോയിലായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ജയൻ ചാനുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുവാനായിട്ട് കഴിഞ്ഞത്. കാൻസസ് സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ ഒരു സിറ്റിയിൽ അവിടെ താമസിക്കുന്നതായ CSI അംഗമായിരിക്കുന്ന ജയൻ ചായൻ എത്ര താല്പര്യത്തോടെയാണ് താൻ ജനിച്ചു വളർന്ന ആ വിശ്വാസത്തോടും ആ ഒരു കാര്യത്തോടും, പ്രത്യേകിച്ച് ആ ജനിച്ചു വളർന്ന പൈതൃകത്തോടും എത്രമാത്രം കൂടിയാണ് ആ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ആയിരിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നതെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതിന് കാരണമായിരിക്കുന്നതും താൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയ അമ്മച്ചി ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ അമ്മച്ചിയുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്ന് അവിടെ കടന്നു വന്ന് മകനോട് ഒരുമിച്ച് താമസിക്കുവാനായിട്ട്, മകനോടെന്ന് മാത്രമല്ല അതുപോലെ തന്നെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും കൊച്ചുമക്കളുമായിട്ടും എല്ലാം ഒരു അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് പ്രിയ അമ്മച്ചിക്ക് സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയതായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയട്ടെ. ഞായറാഴ്ച ആരാധന അവിടെ നടക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട്
വേറൊരവസരത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച രാവിലെയോ ആരാധന നടത്തിക്കൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പട്ടക്കാരെ വിളിച്ചു വരുത്തി വിശുദ്ധ സംസർഗ ശുശ്രൂഷ ആചരിക്കുന്നതായൊരു പതിവായിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് മുമ്പ് പറഞ്ഞ റോയി അച്ഛനും വളരെ തവണ അവിടെ പോവുകയും ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഒരാൾ, ഒരു കുടുംബം മാത്രമേ ഉള്ളൂ അവിടെ CSI എന്ന് പറയാനായിട്ട്. എന്നാൽ ജയൻ ചാൻ്റെ ഇൻലോസും ബന്ധക്കാരും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേരുമ്പോൾ കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സഭയായിട്ട്, ഒരു കൂട്ടായ്മയായി, ആരാധനാ സമൂഹമായിട്ട് നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും താൻ ജനിച്ചു വളർന്ന ആ ഒരു സമയത്ത് തനിക്ക് ലഭിച്ചതായ ആ ഒരു പൈതൃകത്തിൽ നിന്നാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. ഒരു നാട്ടുകാരൻ, അതോടൊപ്പം തന്നെ ഒരു CSI അംഗം എന്നുള്ള നിലയിൽ വളരെ താല്പര്യത്തോടു കൂടി ഈ ഒരു ശുശ്രൂഷ എന്ന കണ്ടു തന്നെ ഇത് മുമ്പോട്ട് പോകുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അമ്മച്ചി വന്നതിന് ശേഷം ആരാധനയ്ക്ക് പോകുന്നത് കുറച്ചുകൂടെ ഊഷ്മളമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ ആരാധനയ്ക്ക് വരുന്നതും ആ പ്രദേശത്ത് ആകെ ചട്ടയും മുണ്ടും ഉടുത്തിരിക്കുന്ന ഒരു വ്യക്തി അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ഒരു കൗതുകം നൽകുന്നതായ ഒരു കാര്യമാണ്. വളരെ താല്പര്യത്തോടു കൂടി ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി വളരെ നേരത്തെ ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്നതായ ഒരു വ്യക്തിത്വത്തെ അമ്മച്ചിയിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി അത്ഭുതത്തോടെ കണ്ടത്, മക്കളുടെ കൂടെ താമസിക്കാൻ മാതാപിതാക്കൾക്ക് വളരെ പേടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ വികാരമൊക്കെ ഉള്ളപ്പോൾ തന്നെ പ്രിയാമ്മച്ചി അവിടെ വന്ന് തനിക്കൊട്ടും ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യമായിട്ട് ഇണങ്ങിച്ചേരുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മക്കളോട് കൂടെ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും മഞ്ഞത്താനത്ത് തന്നെയാണ്. കാൻസർ സിറ്റിയിൽ ആയിരിക്കുമ്പോഴും മഞ്ഞത്താനത്തെ പരിസരം അവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ പ്രിയാമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളത് ആ ഒരു രക്തബന്ധത്തിൻ്റെ, ആ ഒരു കുടുംബത്തോടുള്ള, മക്കളോടുള്ള സ്നേഹത്തിൻ്റെയും ഔഷ്മളമായ അനുഭവത്തിൻ്റെയൊക്കെ പരിചയമുള്ളതാക്കി തീർത്തു. കാൻസർ സിറ്റിയെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. മുമ്പേ അച്ഛൻ ഒരു പശ്ചാത്തല കാര്യം പറഞ്ഞതുപോലെ കാൻസർ സിറ്റിയെ മഞ്ഞത്താനമാക്കി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ജയൻ ചാൻ്റെ സിസ്റ്റർ, അതുപോലെ തന്നെ ഇൻലോസ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് എത്ര ഊഷ്മളമായൊരു അനുഭവമാണ് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കാതെ ചുരുക്കട്ടെ. അവിടെ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ കരുതലും ഞാൻ ഈ സമയത്ത് ഓർക്കുകയും, ഞാൻ ഈ സമയത്ത് ഇത്രയും അടുപ്പത്തോടുകൂടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും അവിടെ പോയ ഓരോ വ്യക്തിക്കും ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് മുമ്പ് പറഞ്ഞ മാത്യു ഇടുക്കൽ അച്ഛനും ബാനു ശാമുവൽ അച്ഛനും ഇനിയും അനേകർ ഇന്ന് വരുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ജീവിക്കുവാൻ, ഒരു കുടുംബത്തെ ഭംഗിയായി പരിമിതിയിലൊക്കെ വളർത്തിക്കൊണ്ട് വരുവാൻ, മക്കളെ നന്നായിട്ട് പരിപാലിക്കുവാൻ, അവരുടെ സ്നേഹത്തെ അന്ത്യം വരെ കാണുവാനും അനുഭവിപ്പാനും സാധിച്ചൊരു മാതാവ്. അതുകൊണ്ട് ഞാൻ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ ഓടിയവരായ അനേക വിശ്വാസ വീരന്മാർ, അവരുടെ നല്ല പാതകൾ, അവരുടെ നല്ല അനുഭവങ്ങൾ, അവരുടെ നല്ല ഓർമ്മകൾ നമ്മളുടെയൊക്കെ ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് നാം തനിച്ചല്ല ഈ വിശ്വാസയാത്രയിൽ എന്നുള്ള ആ ഉറപ്പോടുകൂടി നമുക്ക് മുന്നേറാം. അവസരം ലഭിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി സാംജി അച്ഛനോട് അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സംസ്കാരം ഉമ്മൻ ജോർജ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നടന്നത് മിക്കവാറും തന്നെ പൂർണ്ണമായി ഞാൻ കണ്ടപ്പോഴാണ് ഈ അമ്മച്ചി നാട്ടിൽ ഒന്ന് സ്മരിക്കപ്പെടണമല്ലോ എന്ന് ഓർക്കുകയും ജയൻ ചാനോട് അത് പങ്കുവയ്ക്കുകയും ഉത്സാഹത്തോടെ അത് ഏറ്റെടുക്കുകയും വിപിൻ്റെ വീട്ടിലിരുന്ന് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഞാൻ ചെയ്തപ്പോൾ തന്നെ വിപിൻ്റെ അമ്മ അമ്മിണി ആൻറ്റിയോട്
ഇന്ന് സംസാരിക്കണം. കാരണം അത്രമാത്രം അമ്മച്ചിയുടെ അടുത്ത് ആരുമില്ല. പിന്നെ ഈ മഞ്ഞത്താനവുമായി ബന്ധപ്പെട്ട പലരെന്നോട് പറഞ്ഞു ഈ സ്മാരക ശുശ്രൂഷയിൽ ഒരാളോട് സംസാരിക്കാൻ പകരം. അങ്ങനെ മറ്റൊരാളെക്കുറിച്ചും ആവശ്യപ്പെട്ടില്ല. അത് അമ്മിണി ആൻ്റിയാണ്. വിപിൻ്റെ മാതാവ് അമ്മിണി എബ്രഹാം മുന്നോട്ട് വന്ന് അമ്മച്ചിയുടെ എല്ലാ ഈ അമ്മച്ചി നാളുകളുടെയും ഒരു സന്തത സഹചാരിയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകമായി ഓർമ്മിച്ചെടുക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മിണി മാമയ്ക്ക് മുന്നോട്ട് വരാം. ബാ. ദൈവനാമത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ സമയത്ത് എനിക്ക് മുൻപായി പറഞ്ഞവരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മച്ചിയുടെ ഒരു സ്മരണയ്ക്കായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതെന്ന് നാം ഓർക്കുക. ഈ കാലഘട്ടമല്ല അമ്മച്ചി ജീവിച്ചിരുന്ന കാലഘട്ടം. അമ്മച്ചിക്ക് 95 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 80 വർഷത്തോളമായിട്ട് തന്നെ അമ്മച്ചി ഈ കൊച്ചുകുഴി കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചു. ഒരു കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന അമ്മച്ചിയുടെ മാത്രം മക്കളെയോ അല്ലെ അമ്മച്ചിയുടെ മാത്രം വീട്ടുകാരെയോ ഭർത്താവിനെയോ നോക്കിയാൽ പോരാ. ഞാൻ പറഞ്ഞ അറിവിൽ നിന്ന് നോക്കുമ്പോഴേ ആ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ആ അപ്പനും അമ്മയും അവരുടെ മക്കളുമായിട്ട് ആ വലിയ ഒരു സമൂഹമായിട്ട് കൂട്ടിയിണക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരമ്മച്ചിയാണ്. ആ സമൂഹത്തെ പോലെ തന്നെ ആ കുടുംബത്തിലും അമ്മച്ചിക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിപ്പാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. ബാബു എപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴേ പാസ്റ്റർ ബാബു പറയുമായിരുന്നു ഞങ്ങൾ 14 കൊച്ചുമക്കൾ ആ വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്ന്. അപ്പോൾ തന്നെ നാം ഓർക്കണം ഈ അമ്മച്ചിമാരൊക്കെ എത്ര ഐക്യത്തോടു കൂടിയാണ് ജീവിച്ചതെന്ന്. ഇന്നത്തെ കാലഘട്ടം നാം ഒന്ന് ഓർത്ത് നോക്കുക, എത്ര വ്യത്യസ്തമായിരിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞതുപോലെയാണെങ്കിൽ പോലും ആ അമ്മച്ചി താഴേക്ക് മാരിക്കിലേക്ക് വന്ന് താമസിച്ചപ്പോഴും അമ്മച്ചിയുടെ കുടുംബത്തിൽ കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ അവരെല്ലാവരും കൊടുവേലിക്കളത്ത് വീട്ടിൽ പോകുമ്പോഴേ അമ്മച്ചി എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം. അതുപോലെ തന്നെ ആ ചുറ്റുപാടുകളിലുള്ളവരിൽ ബാബുണ്ട്, ബാബുവിൻ്റെ അച്ചായനും അമ്മയും, അതുപോലെ തന്നെ മറ്റ് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കപ്പിയാർ ബെന്നിച്ചൻ്റെ അപ്പനെ അമ്മ, പിന്നെ കൊച്ചുകുട്ടി സൂസമ്മയോട് വന്നോന്ന് എനിക്കറിയത്തില്ല, സൂസമ്മ, അതുപോലെ തന്നെ അടുത്തടുത്തുള്ള വീട്ടുകാർ, പ്രദീപിൻ്റെ ചേട്ടൻ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ആ കുഞ്ഞുങ്ങളെയൊക്കെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം അമ്മച്ചി ചെയ്തു കൊടുക്കുകയും അമ്മച്ചിയുടെ മക്കളെ കൊണ്ട് അച്ഛന്മാരൊക്കെ പറഞ്ഞതുപോലെ അമ്മച്ചിയുടെ മക്കളെ കൊണ്ട് എല്ലാ സമൂഹങ്ങൾക്കും ആ വീട്ടുകാർക്കും അവർക്കെല്ലാം വളർന്നു വരുവാനേ പഠിക്കുവാനേ അവരെ ഓരോ സ്ഥാനത്തെത്തിക്കുവാനൊക്കെയും അമ്മച്ചി കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്നു. ഒരു ചരടായിരുന്നു. ആ ചരടിനെ വലിച്ചു മാറ്റുവാനോ പൊട്ടിക്കുവാനോ ആർക്കും സാധിച്ചിരുന്നില്ല. അതിനെ വളരെ സ്നേഹത്തോടുകൂടെ അന്ന് ഉമ്മൻ ജോർജ് ബിഷപ്പ് പറഞ്ഞതുപോലെ സംസ്കാര ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ അമ്മച്ചി ഒരു എഴുത്തുകാരിയോ ഒരു സാഹിത്യകാരിയോ ഒരു അധ്യാപികയോ ഒരു സമൂഹ പ്രവർത്തകയോ ഒന്നുമല്ലായിരുന്നു. അമ്മച്ചിയായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അമ്മച്ചിയായിരുന്നത് അമ്മച്ചി തന്നെയായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, ആ കൊച്ചുകുഴി കുടുംബത്തിൽ വന്നതിന് ശേഷം ആ സഹോദരങ്ങളെ എല്ലാം കാണുവാൻ അമ്മച്ചി അങ്ങ് ക്യാൻസസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സഹോദരങ്ങളുടെയും വീട്ടിൽ പോയി അവരെ എല്ലാവരെയും കാണുവാനും ഒക്കെയും അമ്മച്ചി സമയം വെച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലായിരുന്നു. അമ്മച്ചിക്ക് ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. അമ്മച്ചിക്ക് ഒറ്റയ്ക്ക് അങ്ങ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുഞ്ഞുമോൻ പറഞ്ഞ പോലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ കൺവെൻഷന് പോകാൻ പള്ളിയിൽ ഇവിടെ വരും. ഞങ്ങൾ ഒന്നിച്ച് നടന്നായിരുന്നു അന്ന് വരുന്നത്. നടന്നു വരുവാൻ, കൺവെൻഷന് വരുവാൻ, മല്ലപ്പള്ളി മണപ്പുറത്ത് പോകാൻ, മറ്റേതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ കുടുംബ സംബന്ധമായിട്ടുള്ള കുടുംബയോഗങ്ങളെ
ഓരോരുത്തരുടെ കല്യാണങ്ങളോ അതും ഇതൊക്കെ പരിപാടികൾ കാണും. അവിടെയൊക്കെയും അമ്മച്ചിയുടെ മക്കൾ കൂടെ ഇല്ലായിരിക്കുന്ന അവസരത്തിന് അവരുണ്ടെങ്കിൽ പോലും എന്നെ അമ്മച്ചി വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളങ്ങനെ ഒരു കൊച്ചമ്മ മരുമകൾ എന്നുള്ള സ്ഥാനമല്ലായിരുന്നു, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ഉത്തമ കൂട്ടുകാരിയായിട്ടാണ് ഞങ്ങൾ വളർന്നത്, ഞങ്ങൾ ജീവിച്ചിരുന്നത്. അവസാന ആളുകളിൽ അമ്മച്ചിക്ക് പോകേണ്ട അവസരം വന്നു. അപ്പച്ചനെ ശുശ്രൂഷ കാര്യത്തിൽ ഉണ്ണിച്ചായനെ ഇത്രയേറെ ഈ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിൽ നോക്കിക്കൊണ്ട് യാതൊരുവിധ പ്രവർത്തനയും കൂട്ടാതെ കൊച്ചുകുട്ടിയെ സുസമ്മ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ ചെല്ലുക അല്ലാതെ വേറൊരു സ്ഥാപനങ്ങളിലാക്കാതെ സ്വന്തം ശരീരത്താൽ കഷ്ടപ്പെട്ടുകൊണ്ട് അപ്പച്ചനെ ഇത്രയേറെ ശുശ്രൂഷിച്ച വേറൊരു ഭാര്യയും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പച്ചൻ 2 വർഷത്തോളം കിടപ്പിലായിരുന്നു. ആ സമയത്തൊക്കെയും അമ്മച്ചി കൂടെ ഇരുന്ന് അപ്പച്ചനെ ശുശ്രൂഷിച്ചിരുന്നു. അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം എന്നെ ഒന്ന് വിളിക്കുമായിരുന്നു. കാരണം ചിലപ്പം കൊച്ചുകുട്ടിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ അമ്മച്ചി തന്നെയായിരിക്കും. അപ്പച്ചൻ രാത്രിയിൽ ആ ഒരു പേടി, അപ്പം ഞാൻ പോയി അമ്മച്ചിക്ക് കൂട്ട് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചി കുഞ്ഞുമോൻ പറഞ്ഞ പോലെ അവസാനം വന്ന ദിവസത്തിൽ എന്നോടൊരു ദിവസം പറഞ്ഞു, നീ എനിക്ക് ഒരു ദിവസം എൻ്റെ കൂട്ടത്തിൽ വന്ന് എനിക്ക് ഈ വീട്ടിൽ ഒന്ന് താമസിക്കണം, ഒരു രാത്രി ഒരന്തി ഉറങ്ങണം. ഇനി ഞാൻ ഇവിടുന്ന് പോയാൽ തിരിച്ചിവിടെ വരുമോ വരത്തില്ലയോ എന്ന് സംശയമാണ്. അപ്പോൾ ഒരു ദിവസം അമ്മച്ചിയുടെ തിരുത്തിക്കാട്ടിലാണ് അമ്മച്ചിയുടെ മകളുണ്ട്, അമ്മച്ചിക്ക് മകളെയും കൂട്ടി വരാമായിരുന്നു. പക്ഷേ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ഒരു ദിവസം എനിക്ക് കൂട്ടുകിടക്കാൻ വരണമെന്ന്. ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ ഒരു രാത്രി ഞാൻ അമ്മച്ചി ഭക്ഷണം കൊണ്ടുവരണ്ടെന്ന്, ഇല്ല ഞാൻ നിനക്കൂടെയുള്ള ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അമ്മച്ചി എനിക്ക് വൈകിട്ടത്തേക്കുള്ളത് ഭക്ഷണവുമെല്ലാമായിട്ട് രാജുവും മേരിക്കുട്ടിയാണ് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഞങ്ങളൊരു രാത്രി അവിടെ കഴിഞ്ഞു. അമ്മച്ചി രാത്രിയിൽ എനിക്ക് ഭക്ഷണമൊക്കെ തന്ന്, അപ്പോൾ പിന്നീട് കൊച്ചുകുട്ടി ചെന്നൈയും വന്നു. ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. ഞങ്ങൾ പിന്നെയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വേദോസ്തമൊക്കെ വായിച്ച് പാട്ട് പാടി പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് അമ്മച്ചി എനിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അവർ കൊണ്ടുപോകാൻ നേരം വരും, ആ സമയത്തേക്ക് അവർ വന്ന് കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഇനിയും ഞാൻ വീട്ടിലൊരു ദിവസം താമസിച്ചത് ഇനിയും ഇവിടെ വരുവാനോ ഒരു പക്ഷേ എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇനി സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഏതായാലും എനിക്ക് ഈ ഒരു രാത്രി കഴിയണം. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി അവിടെ കഴിഞ്ഞാണ് പിരിഞ്ഞത്. അമ്മച്ചി പിന്നെ നാട്ടിൽ വന്നില്ല. കുഞ്ഞുമോൻ പറഞ്ഞ പോലെ അമ്മച്ചി പിന്നെ നാട്ടിൽ വന്നില്ല. അതുപോലെ തന്നെ അന്നത്തെ ആ പ്രസംഗത്തിൽ ജയൻ്റെ അളിയൻ ബാബു പറഞ്ഞൊരു കാര്യം, അമ്മച്ചിയുടെ ചക്കയുടെ വിഭവങ്ങൾ അതെത്ര തന്നെ ആർക്കും മറക്കാൻ സാധ്യത, അനുഭവിച്ചിട്ടുള്ള ആർക്കും അത് മറക്കാൻ കഴിയത്തില്ല. മക്കൾ വരാറാകുമ്പോഴത്തേക്ക് അമ്മച്ചി ഏതെല്ലാം വിധത്തിൽ ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളവർക്ക് അതൊന്നും അറിയത്തില്ല. ഉണ്ടോ അതെല്ലാം അമ്മച്ചി ചെയ്യുമായിരുന്നു. ചിലപ്പോൾ എല്ലാം കൂട്ടിനും അഡ്വൈസിനും ഒക്കെ എന്നെ വിളിക്കും, എടീ നീ ഒന്ന് ഇങ്ങോട്ട് വരണം, അല്ല ഞാൻ അങ്ങോട്ട് വരാം, ഇതെല്ലാം കൊണ്ട് അങ്ങോട്ട് വരാം. സുസമയം കൂട്ടും. ഞങ്ങൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കുകയോ ചക്ക വാട്ടി ഉണങ്ങുകയോ ചക്ക പഴം പല രീതിയിലുള്ള രീതികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അമ്മച്ചി മക്കൾക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു അത്. അതുപോലെ അവർ വരുമ്പോഴേക്കും അവിടെ കിട്ടാത്ത ആഹാരങ്ങൾ കപ്പയും കാച്ചിക്കായും ഒക്കെ അമ്മച്ചി സൂക്ഷിച്ച് വെക്കും. എന്തിനെ? മക്കൾ വരുമ്പോൾ കൊടുക്കുവാൻ. പറങ്ങണ്ടി അടുത്ത് ഉണങ്ങി വെക്കും. അവർ വരുമ്പോഴേ ചുട്ടു കൊടുക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും ആയിട്ട്. മക്കളെയൊക്കെ വളർത്ത കാലഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടം കുഞ്ഞുമോൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും ഇന്നത്തെ പോലെയുള്ള സ്വിച്ചിട്ടാൽ തെളിയുന്ന വിളക്കുകളോ അല്ലാതെ അമ്മച്ചിയായിരുന്നു സർവ്വവും. ആ വെള്ളവും വെളിച്ചവും ഇന്നത്തെ മെഷീനുകളെല്ലാം. സ്കൂളുകളിൽ പോകേണ്ട 3-4 കുട്ടികൾ സ്കൂളിൽ പോകണം, അവരുടെ മക്കളെയും ഇപ്പോൾ റൂണുണ്ടല്ലോ, റൂണിനെയൊക്കെ എത്രമാത്രമായിട്ടാണ് അമ്മച്ചി വളർത്തിയതെന്നുള്ളത് കണ്ടു മനസ്സിലാക്കി ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അവരുടെ മക്കളെയും നോക്കിയിട്ടാണ് അമ്മച്ചി കടന്നു പോയിരിക്കുന്നത്. അങ്ങനെ സർവശക്തനായ ദൈവം അമ്മച്ചിക്ക് കൊടുത്ത ആയുസ്, ആരോഗ്യം, അപ്പച്ചനെ നോക്കുവാൻ പ്രത്യേകിച്ചും കൊടുത്ത ആ ആരോഗ്യം, പക്ഷേ ഇതിനെല്ലാം പ്രതിഫലമായി ദൈവം അമ്മച്ചിക്ക് കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദിവസം പോലും മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ, ഞാൻ ശുശ്രൂഷിക്കുവാനാണ് വന്നത്, ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല എന്നുള്ള വാക്ക് അമ്മച്ചി അനർത്ഥമാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദിവസം പോലും ഒരുത്തരുടെ സഹായത്തിന് കൂടാതെ സ്വന്തമായ കാര്യങ്ങൾ നടത്തി സർവശക്തനായ ദൈവത്തിലേക്ക് പോകുവാൻ അമ്മച്ചിയെ സഹായിച്ചത് അമ്മച്ചിയുടെ ആ മഹാമനസ്കതയാണ്, അമ്മച്ചിയുടെ സ്നേഹമാണ്, അമ്മച്ചിയുടെ കാരുണ്യമാണ്, ദയയാണ്. അഹങ്കാരത്തോടുള്ള സദാപുച്ചിരിയോടുകൂടി ആർക്കും എന്തും ചെയ്തു കൊടുക്കുവാൻ, സഹായിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ അമ്മച്ചി കാണിച്ച ആ മഹാമനസ്കയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കൂ.
സാധിക്കുകയുള്ളൂ. ഈ പാരമ്പര്യങ്ങളെ നമുക്ക് പിന്തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അത് പകർത്തുമാകാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. നമ്മുടെ ഇനിയുള്ള പ്രോഗ്രാമുകൾ 10 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് ചില പ്രസ്താവനകളുണ്ട്. ജയൻചാന് നന്ദി അറിയിക്കേണ്ടതുണ്ട്. പിന്നെ ഫൈനൽ പ്രാർത്ഥനയോടും ബെനഡിക്ഷനോടും കൂടെ ഇത് അവസാനിക്കും. സമയം നമ്മൾ കൃത്യമായി പാലിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട CV മാത്യു തിരുമേനി, അതായത് പ്രിസൈഡിംഗ് ബിഷപ്പ് ഇവാഞ്ചലിക്കൽ ചർച്ച് ബിഷപ്പ് എമിറിറ്റസ് CV മാത്യു തിരുമേനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആ സന്ദേശം ഇപ്പോൾ മുന്നോട്ട് വന്ന് വായിക്കുന്നതാണ്. അതിനുശേഷം ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി സാം ഹിഗിൻബോധം ആ മെസ്സേജും വായിക്കുന്നതാണ്. ദയവായി ഇപ്പോൾ അത് വായിക്കണം. അതിനുശേഷം ഇതിനിടയിൽ മരണപ്പെട്ട 2 പേരെക്കുറിച്ചൊരു പ്രസ്താവനയുണ്ട്. അത് കഴിഞ്ഞ് നന്ദി അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഈ മെസ്സേജുകൾ വായിക്കാവുന്നതാണ്. മുന്നോട്ട് വന്ന് വായിച്ചാട്ട്. ബിഷപ്പ് CV മാത്യു, സാം ഹിഗിൻബോധം. A message from Most Reverend CV Matthew, Evangelical Retired Bishop. Dear Kuchikuri family, kindly accept my heartfelt condolences over the passing away of beloved Ammachi. I also participate in your celebration of Ammachi's beautiful life. She now passed over from this world to her eternal home, and we say goodbye to her mortal remains, now only to see her again in glory. I met Ammachi for the first time less than 3 months ago. To be precise, on 2024 November 7th morning. Then I spent 4 days with her. We talked together, ate together, and prayed together, and even took pics together. When she waved goodbye to me from the front door of her house on November 10th, I never thought that she was too soon finished her earthly race. She is now gone, but now I praise the Lord. She lived a beautiful long life and finished her race so well. She was so beautiful. She loved the Lord Jesus Christ and lived for Him. She was a woman of prayer. She raised a lovely family and raised her next generation in the love and fear of the Lord. Ammachi was a loving, kind, and compassionate person. Her smile was always life and love affirming. She was a woman of great contentment and joy who received abundant love and care from her children and families. She was loved by all. Like Apostle Paul, she fought the good fight, finished her race, and kept her faith. She has now departed from this world, and her life is now hidden with Christ in the Lord. She will rise with all the other saints who died in the Lord at the glorious return of the Lord, and we shall be caught up together with them, and we shall be together forever. Dear Jen, Dolly, Ammachi's all other children, grandchildren, and all the bereaved family members, I'm really sorry that I couldn't be here with you on this occasion of bidding farewell to Ammachi. This is due to my ill health. However, I have something to share with you. Please treasure the wonderful legacy Ammachi has left behind and continue your race living out the faith and hope of your beloved Ammachi, blessing one another, the church, the community, and the nation. May the risen Lord comfort us all. Bishop Dr. CV Matthew, New Jersey. Next, a message from Reverend Jetty A. Oliver, the Chancellor of Sam Higginbotham University of Agriculture, Technology and Sciences, Allahabad. It is the amazing grace of God that Mom had a peaceful return to her heavenly abode. It worked out so well that she could live with her son and his family, and that she had the joy of seeing grandchildren grow to be God-fearing and responsible citizens, to be in positions to help others. She could not have expected anything more, and hers was a life of fullness and abundance in His grace. She would intercede for all the dear ones she left behind. Glory to God and peace to her soul. The greatest tribute will be to live for her ideals. Therefore, it is imperative for all to stand up for the cause she lived and served. Mr. Jain, you are a blessed son for all that you do as part of service and witness to our Lord and Savior Jesus. God bless her soul, and God grant comfort to those whom she left behind. സാം ഹിഗിൻബോധം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഒലിവർ ജെറ്റിയുടെയും അതുപോലെ CV മാത്യു ബിഷപ്പിൻ്റെയും സന്ദേശങ്ങൾ വായിച്ചതിന് നന്ദി. കേരളത്തിലുള്ള നമ്മുടെ സംസ്കാരങ്ങളിൽ നാം എല്ലാവരും പങ്കെടുക്കുന്നതാണ്. എന്നാൽ ഇനി മുതൽ കുടുംബയോഗം ഇങ്ങനെയുള്ള കുടിവരവുകൾ പീരിയോഡിക്കലായി
നടത്തിക്കൊണ്ട് നമുക്കിതിനിടയിൽ വിദേശത്ത് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ നിര്യാതരായവരെയും നമ്മൾ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സുജ എസ് ജോൺ 56 വയസ്സ്, അമ്മച്ചി മരിച്ചതിന് ശേഷം ഭോപ്പാലിൽ വെച്ച് നിര്യാതയായി. വൈഫ് ഓഫ് ലേറ്റ് സജി ജോൺ വലിയ പുരയിടത്തിൽ. അതുപോലെ നാളെ കഴിഞ്ഞ് സംസ്കാരം നടക്കുകയാണ്. ഏലിയാമ്മ മാമൻ 90 വയസ്സ്, USA, വൈഫ് ഓഫ് മാമൻ മത്തായി, പാപ്പച്ചായൻ്റെ സഹധർമ്മിണി ഏലിയാമ്മ മാമൻ 90-ാം വയസ്സിൽ നിര്യാതനായി. മത്തായി ചായൻ നമുക്കറിയാം 10-20 വർഷങ്ങൾ ഈ കുടുംബയോഗത്തെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ്. അതും വലിയ പുരയിടത്തിലെ കുടുംബാംഗമാണ്. ഇപ്പോൾ അവരെക്കുറിച്ച് പ്രസ്താവിക്കുന്നതിന് മലയിൽ വലിയ പുരയിടം കൊച്ചിക്കുഴി കുടുംബയോഗ കമ്മിറ്റിയുടെ മെമ്പറായിരിക്കുന്ന മിസ്റ്റർ ബേബിക്കുട്ടി ഉമ്മൻ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നതാണ്. ഇതിന് ശേഷം ജയൻ എബ്രഹാം, ജയൻ ചായന് നന്ദി പറയാൻ തയ്യാറായിരിക്കണം എന്ന് ഓർപ്പിക്കാം. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമാച്ചൻ, വലിയൊരിടം മലയിൽ കൊച്ചുകുഴി കുടുംബത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേക ശുശ്രൂഷയിൽ, താങ്ക്സ് ഗിവിങ് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അപ്പച്ചന്മാരെ, സമയം വളരെ ചുരുക്കമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ അമ്മച്ചിയെ കുറിച്ച് കേട്ട നല്ല സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് അയവിറക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട അമ്മച്ചി കേരളത്തിലോ അല്ലെങ്കിൽ മഞ്ഞത്താനത്തിലോ കേരളത്തിലോ മാത്രമല്ല, അമേരിക്കയെ പോലും പോയി വളരെ മാതൃകയുള്ള ജീവിതം നയിച്ച് ദൈവസന്നിധിയിൽ ഭക്തിയോടുകൂടെ ജീവിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമം കൊള്ളുകയാണ്. അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചി നൽകി തന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടെ ഓർക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വലിയൊരിടം നമ്മുടെ 2 സഹോദരിമാർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട വിവരം ഈ സമയത്ത് ഞാൻ അറിയിക്കുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, നമുക്കൊക്കെയും അറിയാം, വലിയൊരിടത്തിലെ കുഞ്ഞുപാപ്പി അപ്പച്ചൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് 5 പിള്ളേരുണ്ടായിരുന്നു. ഒന്ന് നാം ഏവരും അറിയുന്ന പോലെ ബേബി ചായൻ, രണ്ടാമത് ഒരാൾ അച്ചങ്ങൂഞ്ചായൻ, പിന്നെ കുഞ്ഞൂഞ്ഞ് എന്ന് പറയുന്ന ഒരു ആളും ഉണ്ടായിരുന്നു. അതിൽ 99 വയസ്സുള്ള ബേബി ചായൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പെൺമക്കളായിട്ട് മേരിയമ്മാമ്മ, ചിന്നമാമ, അങ്ങനെ 2 പേര്. ചിന്നമാമ ഇന്ന് കോഴഞ്ചേരിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ അച്ചുങ്ങൂച്ചാൻ എന്ന് പറയുന്ന ഒരു മകൻ ഇന്ത്യൻ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ച് ഭോപ്പാലിൽ ഒരു സ്കൂള് സ്വന്തമായിട്ട് തുടങ്ങുകയും ആ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹവും താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവരുടെ 2 മക്കളാണ്, ഒന്ന് സജിയും ഒന്ന് സാജനും. ഈ സജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ച പോലെ സുജ എസ് ജോൺ. കഴിഞ്ഞ ഈ മാസം 13-ാം തീയതി ഫെബ്രുവരി മാസം താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഭോപ്പാലിൽ അവിടെ അതിനുള്ള സംസ്കാരം അവിടെ നിർവഹിക്കുവാനും തക്കണമിടയായി. ഓൺലൈനിൽ നമ്മൾ പലരും അത് കണ്ടിരുന്നില്ല. അവർക്ക് 2 പെൺമക്കളാണ്. ഒരാൾ വിവാഹിതയായി ഗൾഫിലും, ഒരു കൊച്ചി ഇപ്പം BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവും പിതാവും നഷ്ടപ്പെട്ട ഒരു കൊച്ചാണ് അവിടെ ഇപ്പോൾ ഈ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ഈ കഴിഞ്ഞ 19-ാം തീയതി ന്യൂയോർക്കിൽ വെച്ച് അന്തരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഏലിയാമ്മ മാമൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ നിങ്ങളെയൊക്കെയും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വലിയൊരിടത്തിൽ മത്തായി ചാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന മല്ലപ്പള്ളിയിൽ വലിയൊരിടം ടെക്സ്റ്റൈൽസ് എന്ന് പറയാം. അന്ന് കൊച്ചുകുഴി വലിയൊരിടം 2 ടെക്സ്റ്റൈൽസേ ഉള്ളൂ. അത് വലിയൊരിടം ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയായിരുന്ന ബഹുമാനപ്പെട്ട
വലിയൊരിടത്തിൽ മത്തായിച്ചാൻ അപ്പച്ചൻ്റെ മകൻ പാപ്പച്ചാൻ്റെ വൈഫാണ് ഏലിയാമ്മ മാമൻ. ന്യൂയോർക്കിൽ അന്തരിച്ച ആ നമ്മുടെ അമ്മാമ്മയുടെ സംസ്കാരം അടുത്ത ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ തന്നെ ക്രൈസ്റ്റ് CSI പള്ളിയിൻ്റെ കാർമ്മികത്വത്തിൽ അവിടെ നടത്തപ്പെടുന്നതല്ല. ഈ അമ്മാമ്മയെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുലിക്കുട്ടിശ്ശേരി എന്ന് പറയുന്ന കോട്ടയത്ത് മണിയാങ്കുളം എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ അംഗമാണ് നമ്മിൽ നിന്നും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ അമ്മാമ്മ. ഭർത്താവായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാപ്പച്ചാൻ എന്ന് നമ്മളൊക്കെയും വിളിക്കുന്ന ഇന്ന് അദ്ദേഹം ജീവിക്കുന്നു. മാമൻ മത്തായി ന്യൂയോർക്കിലാണ്. ഇവർ വർഷങ്ങളായിട്ട് ആ പാപ്പച്ചാൻ്റെ അമ്മിണിയമ്മാമ്മ, സൂസമ്മാമ്മ, ബാബുക്കുട്ടി, അങ്ങനെ എല്ലാവരും വർഷങ്ങളായിട്ട് അമേരിക്കയിൽ തന്നെ പല വിധത്തിലുള്ള ജോലി ചെയ്ത് കുടുംബമായിട്ടും കൊച്ചുമക്കളുമായിട്ട് അവരവിടെ ജീവിക്കുന്നു. ഈ അമ്മാമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് അനിൽ, ഒരു ആൺമോനും, അനുപമ എന്ന് പറയുന്ന ഒരു മകളുമാണുള്ളത്. മരുമക്കളുടെ പേര് ശോഭ, ജോമോൻ. കൊച്ചുമക്കളായിട്ട് സാറ, പീറ്റർ, ജെയ്സൺ, ക്രിസ്റ്റി, ഇത്രയും പേര് അവിടെ ഉണ്ട്. ഈ അമ്മാമ്മ ഞങ്ങൾ ലീവിനൊക്കെ ഈ പാപ്പച്ചാൻ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട്. അന്ന് അമേരിക്കയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ ഏതോ വലിയ രാജ്യം, ആ രാജ്യത്തു നിന്ന് വരുന്നു എന്നുള്ള വലിയ ആഹ്ലാദത്തിൽ ഞങ്ങൾ അവിടെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കൊച്ചു പിള്ളേർ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാരിക്കോരി, അന്നൊക്കെ മുട്ടായിയൊക്കെ മതിയല്ലോ കൊച്ചു പ്രായത്തിനുള്ളവർ, വാരിക്കോരി മുട്ടായികളൊക്കെ തരുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം വളരെയാണ്. വളരെ മാന്യമായിട്ട് കുടുംബത്തിലുള്ള അംഗങ്ങളെ സ്നേഹിക്കുകയും പ്രത്യേകിച്ചും ഈ പാപ്പച്ചാൻ എന്ന് പറയുന്ന ആ പാപ്പച്ചാൻ്റെ ആ സംസാര രീതി പോലും ഹമ്പിളായിട്ട് വളരെ സൗമ്യതയോടുകൂടെ സംസാരിക്കുന്ന പാപ്പച്ചാൻ്റെ ആ ഭാര്യ ഞാനിപ്പോഴും ഓർക്കുകയാണ്. നല്ല സുന്ദരിയായിരുന്നു, വെളുത്തി ചുമന്ന് സുന്ദരിയായിരിക്കുന്ന വാത്സല്യ അമ്മാമ്മ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെയും അവിടെ ആര് ചെന്നാലും അവർക്കൊക്കെയും വേണ്ടുന്ന സഹായങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും നൽകുന്ന ആ നല്ല കുടുംബത്തിലെ പ്രിയപ്പെട്ട അമ്മാമ്മ വളരെ മാതൃകയായിട്ടുള്ള ജീവിതവും വളരെ പ്രത്യാശയുള്ള ജീവിതവും നയിച്ച് നമുക്കൊക്കെയും ആ അമ്മാമ്മയെ ഇപ്പോൾ ശ്രേഷ്ഠ ദേവദാസന്മാർ പറഞ്ഞ പോലെ വീണ്ടും ഓർക്കുവാൻ തക്കവണ്ണം ഉള്ള നല്ല പ്രവർത്തികളും ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർക്കുവാൻ തക്കവണ്ണം ഈ പ്രത്യേക ശുശ്രൂഷ താങ്ക്സ് ഗിവിങ് ഈ ശുശ്രൂഷയിൽ എനിക്കും പങ്കെടുക്കുവാൻ തക്കവണ്ണം വാത്സല്യ ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ എന്നോടും പറഞ്ഞ അച്ഛനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അറിയിക്കട്ടെ. ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ മധ്യാകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു നല്ല സുദിനം ഇന്ന് ആസന്നമായിരിക്കുകയാണ്. ആ നല്ല ദിവസത്തിൽ നമ്മിൽ നിന്നും പോയ ബഹുമാനപ്പെട്ട അമ്മച്ചി വാത്സല്യ, ഞാൻ പറഞ്ഞ വലിയൊരിടം കുടുംബത്തിലെ നമ്മിൽ നിന്നും വാങ്ങിപ്പോട്ട പലരെയും എല്ലാവരെയും നമുക്ക് വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശ നമ്മളെ നയിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഈ കാലത്ത് ദൈവം നൽകിയിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ തികവിൽ ഇതേ സമയത്ത് തന്നെ കാൻസസിലിരുന്ന് ജയൻ ചാന് ഈ മീറ്റിങ്ങിന് നന്ദി പറയാൻ സാധിക്കുകയാണ്. ഇപ്പോൾ മിസ്റ്റർ ജയൻ ഏബ്രഹാം നന്ദി പറഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബാംഗം തന്നെ ആയിരിക്കുന്ന വെണ്ണിക്കുളത്ത് പ്രിയ ബാബു പാസ്റ്റർ മുന്നോട്ട് വരണം. ഫൈനൽ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവിൻ്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി അവസാനിക്കുമ്പോൾ നമ്മൾ 424 കീർത്തനത്തിൻ്റെ 2 ചരണങ്ങൾ പാടി ഫൈനൽ ബെൻഡിക്ഷൻ സ്വീകരിച്ച് പിരിയുന്നതാണ്. ഇപ്പോൾ മിസ്റ്റർ ജയൻ ഏബ്രഹാം നന്ദി അറിയിക്കും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുമേ, ഈ ഇങ്ങനെ ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട സാംജി അച്ഛൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ്. അച്ഛന് ഇങ്ങനെ ഈ അമ്മയുടെ ഫ്യൂണറൽ സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു.
പറഞ്ഞു നമുക്കിവിടെ മഞ്ഞത്താനത്ത് വെച്ച് ഇതുപോലൊരു മീറ്റിംഗ് കൂടാം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് അച്ഛൻ ഏറ്റതുകൊണ്ട് അത് ഏറ്റവും നല്ലതായിരിക്കുമല്ലോ എന്ന് ഞങ്ങളും കരുതി. ബഹുമാനപ്പെട്ട അച്ഛന് ഇതിന് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തതിൽ വളരെ വളരെ നന്ദിയുണ്ട്. അച്ഛന് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെയാണ് അച്ഛൻ്റെ പ്രോഗ്രാം എല്ലാം തയ്യാറാക്കുന്നതിനും എല്ലാമായിട്ട് ചിലവഴിക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ അച്ഛനോട് വളരെ അധികം നന്ദിയുണ്ട്. എനിക്ക് അച്ഛനോടൊരു വലിയ പരിഭവം ഉണ്ടായിരുന്നു. അതായത് 2011 സെപ്റ്റംബറിൽ എൻ്റെ പിതാവ് മരിച്ചപ്പോഴോ സംസ്കാര ശുശ്രൂഷയിലോ അച്ഛൻ പങ്കെടുത്തില്ല. അന്ന് സാം മാത്യു തിരുമേനി ഉൾപ്പെടെ എന്നിട്ട് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാംജി അച്ഛൻ്റെ അസാന്നിധ്യം ഞങ്ങളെ അല്പം വേദനിപ്പിച്ചു. അത് ആ പരിഭവം ഇതോടെ പരിപൂർണമായി ഇല്ലാതായി. അച്ഛൻ ഇതിന് കാണിച്ച ആ വലിയ സ്നേഹത്തിനും പ്രവർത്തനത്തിനുമായിട്ട് പ്രത്യേകം അച്ഛനോട് നന്ദി പറയട്ടെ. അച്ഛൻ്റെ കുടുംബയോഗത്തിലുള്ള പ്രവർത്തനങ്ങൾ, സഭയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും പറയാനുള്ളത്, ഇതിന് മഞ്ഞത്താനം സഭയിൽ നിന്ന് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട സാറ് ഇട്ടി ആയി സാറ് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകി തന്നു. അതോടൊപ്പം തന്നെ കൈക്കാരന്മാർ, വിപിന്, കുഞ്ഞുമനിച്ചാന്, എല്ലാവരോടും പിന്നെ കൈ കാണിക്കുന്നുണ്ട് സജി, പിന്നെ അങ്ങനെ രാജാന്, എല്ലാവരും അവിടെ കുഞ്ഞുമോൻ ആവശ്യമായ ഹെൽപ്പ് ചെയ്തു. എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇതിന് ശേഷം എല്ലാവർക്കും അല്പം ലഘുവായ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരോടും ഉള്ള പ്രത്യേക നന്ദി പറയട്ടെ. എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷമേ പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. കൊടുവേലിക്കുളം കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞുമനിച്ചായൻ KM അലക്സാണ്ടർ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ അത് ചെയ്യാമെന്ന് ഏറ്റതാണ്. ദയവായി അമ്മയെപ്പറ്റി അവിടെ കാലത്തുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങളുമായി ഷെയർ ചെയ്തല്ലോ. പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ കുഞ്ഞുമനിച്ചാനുള്ള നന്ദി പറയട്ടെ. റോയി അച്ഛൻ നാട്ടിൽ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് റോയി അച്ഛനുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ ഓൺലൈനിൽ പങ്കെടുക്കുമെന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷേ പറഞ്ഞപ്പോൾ ഞാൻ നിശ്ചയമായിട്ടും പോകും എന്നോട് പറഞ്ഞു. അച്ഛന് അവിടെ വരാനും, ഒപ്പം തന്നെ ഇന്നലെ ഞാനൊരു ന്യൂസ് അറിഞ്ഞായിരുന്നു. അതായത് ഭാനു അച്ഛൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഭാനു അച്ഛനോട് ഈ കാര്യം പറഞ്ഞതേ ഇല്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛന് ഇവിടെ വരാനുള്ള സാഹസം കാണിക്കുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭാനു അച്ഛനോട് ഈ കാര്യം പറയുക പോലും ചെയ്യാതിരുന്നത്. പക്ഷേ ശ്രേയ ഇവിടെ ഉണ്ടല്ലോ. അച്ഛന് ഇന്നലെ വൈകുന്നേരത്താണ് എന്നോട് റോയി അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഭാനു അച്ഛനും വരുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ചായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞു. അച്ഛന് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഏർലി മോർണിംഗിൽ അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് ഇവിടെ എത്തി ഇവിടെ ഇതിൽ വന്ന് സംബന്ധിക്കുന്നതിന് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒക്കെയും പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. അച്ഛനെയും ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇവിടെ എത്തി അതിൽ ഉള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. അച്ഛന് അധികം താമസിക്കാതെ ക്യാൻസർ വെച്ച് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം അതിന് വേണ്ട കാര്യങ്ങൾ
ചെയ്യട്ടെ, അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഷൈനച്ചനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ തന്നെ ഷൈനച്ചൻ പറഞ്ഞു ഞാനും പോകുന്നുണ്ട്, ഞാനും വരും, എനിക്ക് വേറെ എത്താമെന്ന് പറഞ്ഞു. ഷൈനച്ചനും എത്തി, അച്ഛനും എത്തി നമുക്ക് വേണ്ടി അല്പസമയം ഈ സമയം ചെലവഴിച്ചു. അച്ഛനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പ്രകടിപ്പിക്കട്ടെ. ഈ ചർച്ചുമായിട്ട് മഞ്ഞത്താനം പള്ളി അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇവിടെ അമേരിക്ക വരുന്നിടം വരെയും മഞ്ഞത്താനം പള്ളി എന്ന് പറയുന്നത് ഇല്ലാതെ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ ചെറുപ്പകാലത്തിൽ ഉള്ള ഒരു ശീലമാണ് മഞ്ഞത്താനം പള്ളി. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു പള്ളി മാത്രമില്ല. അത് പലപ്പോഴും വളരെ പ്രയാസകരമായൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കാൻസസ് വിട്ട് എവിടെയെങ്കിലും ഹൂസ്റ്റണിലോ ന്യൂയോർക്കിലോ വല്ലതും മൂവ് ചെയ്യണമെന്നായിരുന്നു ആദ്യത്തെ കാലത്ത് ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ഞാൻ വിചാരിച്ചു ദൈവം ഒരുപക്ഷെ ഇവിടെ ഒരു പള്ളിക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കിയപ്പോൾ അതിന് ചെയ്യാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് ചേർന്ന് ഇവിടെ എന്നോടുകൂടി സഹകരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ഒരു പള്ളി രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനൊക്കെയും ദൈവം കൃപയരളി, അതിനൊക്കെയും ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും ഓഡിയൻസായിട്ട് വന്നിട്ടുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുള്ളവരൊക്കെ ഈ ഏർലി മോർണിംഗിൽ അവിടെ എത്തുവാൻ വളരെ കഷ്ടം സഹിച്ചാണ് വന്നിട്ടുള്ളതെന്ന് അറിയാം. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി പറയട്ടെ. ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പല സ്ഥലങ്ങളിലിരുന്ന് ഇപ്പോൾ അവിടെ രാത്രി 12-12:15 ഒക്കെ ആയി. ന്യൂയോർക്കിൽ ഞങ്ങൾക്കിവിടെ 11:15 അപ്പോൾ ന്യൂയോർക്കിൽ 12:15 ഈ സമയം കാത്തിരുന്ന് ഇത് കാണുന്ന ഓരോരുത്തരോടും ഉള്ള പ്രത്യേക നന്ദി പറയട്ടെ. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കുടുംബപരമായിട്ട് എല്ലാത്തിലും വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ നമുക്ക് വീണ്ടും യോജിക്കാം, കാണാം എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ബാബു പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാം. ചുരുക്കമായി പ്രാർത്ഥിക്കുക. ഞാൻ സുരേഷ് കുമാർ അച്ഛനെ ഓൺലൈനിൽ കാണുന്നുണ്ട്. സ്ക്രീനിൽ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സുരേഷ് കുമാർ അച്ഛൻ വേണം ആശീർവാദം നൽകുവാൻ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുടുംബാംഗമായിരിക്കുന്ന ബാബുചാന് പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം കർത്താവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അവിടെ കാൻസാസിലെ ഇടവക വികാരിയായിരിക്കുന്ന സുരേഷ് കുമാർ അച്ഛന് ആശീർവാദം നൽകുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട വൈദ്യർക്കും മാതാപിതാക്കൾക്കും സഹോദരർക്കും ദൈവനാമത്തിൻ്റെ വന്ദനം. ഒരു വാക്ക് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 65 വർഷം പുറകോട്ട് പോയാൽ ഞങ്ങൾ 14 കൊച്ചുമക്കളും 3 അമ്മമാരും അപ്പച്ചി അമ്മൻ്റെ കുടുംബമായിരുന്നു. ആ 14 പേരും കസിൻസ് അല്ലായിരുന്നു, ബ്രദേഴ്സ് സിസ്റ്റേഴ്സായിരുന്നു. ആ സ്നേഹം ഇന്നുകൊണ്ട് 3 പേര് മരിച്ചുപോയി, 11 പേരുണ്ട്. ഈ 11 പേരുടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഒന്നിച്ച് കാണാനുള്ള പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി സ്തോത്രം. പ്രിയ അമ്മച്ചയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കടന്നു വരുവാൻ അമ്മച്ചയുടെ നല്ല പ്രവൃത്തി അനുഭവം കേൾപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. വേർപാട് എപ്പോഴും ദുഃഖകരമെങ്കിലും ക്രിസ്ത്യ വിശ്വാസപ്രകാരം അത് ആരംഭം മാത്രമാണ്. സ്തോത്രം. അമ്മ നിത്യമായ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് അമ്മച്ചി കടന്നു പോയപ്പോൾ അമ്മച്ചി അനുസ്മരണം കർത്താവ് സഹായിച്ചല്ലോ. ഇപ്പോൾ എല്ലാവരും കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാത്രമല്ല ഇന്നിവിടെ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് നിത്യരാജ്യത്ത് ഒന്നിച്ച് പോകാൻ കർത്താവിന് വന്നപ്പോൾ ജയിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. എല്ലാ സഹനത്തിനായി സ്തോത്രം, എല്ലാ കാലാവസ്ഥയ്ക്കായി സ്തോത്രം, എല്ലാ പ്രവർത്തനക്കായി സ്തോത്രം. കർത്താവിനെ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അടിങ്ങളെല്ലാം സഹായിക്കണം. പ്രാർത്ഥന കേട്ടിക്കാല സ്തോത്രം. കടന്നു പോകട്ടെ, തിരുസാനം മറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ.
വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തൻ്റെ കൃപയും, നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും, സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തൻ്റെ സകലദാസർക്കും നിത്യജീവനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ആമേൻ. സ്വർഗം വീണാം കാർത്ത ശ്മശാനമല്ല, കാക്കൂ നിങ്ങൾ നീൻ വരവേ, ദൂതകാഹള മേ കർത്തൃ ശബ്ദമേ ഭാഗ്യശാന്തി. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ. ഇബിൻ ഓടി വന്ന് ക്രമീകരണം ഒന്ന് പറയാമോ? വാ വാ ഇബിൻ. ശരി, ഒരു ചെറിയ ഭക്ഷണ ക്രമീകരണമുണ്ട്, അതിലെല്ലാവരും പങ്കെടുക്കാൻ ഓർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രത്യേകിച്ച് അച്ഛന്മാരോടും കടന്നു വന്ന നിങ്ങളോടും. സമയം ഒരു 10-15 മിനിറ്റ് മുന്നോട്ട് പോയി, എങ്കിലും നമുക്കിങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ലിയോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കുടുംബാംഗം തന്നെ ആയതിനാൽ സ്വാതന്ത്ര്യത്തോടെ ഓൺലൈനിൻ്റെ എല്ലാ എക്യുപ്മെൻസും അങ്ങനെ ക്രമീകരിച്ചു. ഏവർക്കും നന്ദി. അമ്മച്ചിയെ ഇങ്ങനെ നാട്ടിലൊന്ന് ഓർക്കുവാൻ, 2 അമ്മമാരെയും കൂടെ ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സ്തോത്രം. ഒരു കാര്യം കൂടെ എൻ്റെ മൗലിക ഉത്തരവാദിത്വമാണ് ഇവിടെ കുടിയേറി ഓർപ്പിക്കുന്നത്. നമ്മുടെ തോമസ് പായ്ക്കാട് അച്ഛൻ വലിയൊരു സ്വാതന്ത്ര്യമാണ് എനിക്ക് തന്നത്. അച്ഛൻ ഇന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തത് നാളെ കൺഫർമേഷൻ സർവീസ് ഇടവകയിൽ നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അച്ഛനോട് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പള്ളി ഉപയോഗിക്കാനും ഈ പ്രാർത്ഥന നടത്താനുമുള്ള അനുമതി നൽകി. അതുപോലെ ഒപ്പം ഇട്ടി സാറിനോടും എല്ലാം വിളിച്ചും ചോദിച്ചും ക്രമീകരിച്ചു. നേരത്തെ തന്നെ വന്നു. ബെന്നി, ഇവരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.